Thank you, Dr. Binduraj. Thank you, all doctors in English session, especially Dr. Bindu B.R. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ പ്രതിദിന വെബിനാറിന്റെ 1954 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ശ്രീലേഖ ജിയാണ്. ഡോക്ടർ ശ്രീലേഖ നമുക്ക് ഒരു പരമ്പരയായി തന്നെ ക്ലാസ് എടുത്തു വരികയാണ്. ഡോക്ടർ പാലക്കാട് ജില്ലയിൽ നല്ലേപ്പള്ളിയിൽ ഡോക്ടർ രാമകൃഷ്ണന്റെ അസിസ്റ്റന്റായി പാലക്കാട് ജില്ലയിൽ വർക്ക് ചെയ്യുന്ന നല്ലേപ്പള്ളിയിൽ ക്ലിനിക്ക് നടത്തി വരികയാണ്. ഗുരുവിന്റെ ആശയങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ആ സ്ഥാപനത്തിൽ ഇരുന്ന് കിട്ടിയ അനുഭവങ്ങളും ആണ് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത്. വളരെ നല്ല ക്ലാസ്സുകളാണ് ഡോക്ടർ ശ്രീലേഖ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതുപോലെ നല്ലൊരു ക്ലാസ് ശ്രീലേഖ ഡോക്ടറുടെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ ശ്രീലേഖയെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോട് കൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നന്ദി. അക്യൂട്ട് ഡിസീസിന്റെ മാനേജ്മെന്റിനെ കുറിച്ചാണ് ഡോക്ടർ ക്ലാസ് എടുത്തു വരുന്നത്. അതില് കുറെ കോൾഡ് കൊറൈസ ഇതിനെ കുറിച്ചാണ് കോൾഡ് കൊറൈസ എന്നുള്ള വിഷയമാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വിളിക്കാൻ ഡോക്ടറെ കൈ കണ്ട് ഞാൻ പറഞ്ഞോട്ട് സെന്റൻസ് പൂർത്തിയാക്കട്ടെ. അക്യൂട്ട് ഡിസീസിനെ കുറിച്ച് കോൾഡ് കൊറൈസ എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡോക്ടറെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തത് ഞാൻ കണ്ടു. പറഞ്ഞുകൊണ്ടിരുന്നത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർക്ക് സംസാരിക്കുന്നത്. ധനേഷ് ഡോക്ടറെ സംസാരിച്ചോളൂ. പ്രിയമുള്ള ഹോമിയോപ്പതി ഡോക്ടർമാരെ, സ്റ്റുഡൻസ്, നമ്മളെ സ്നേഹികളെ, ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ വിഷ്ണുരാജൻ ഡോക്ടറുടെ ഭാര്യ അന്തരിച്ചിരുന്നു. അതുകൊണ്ട് ഒരു മിനിറ്റ് ഒരു മൗനപ്രാർത്ഥന എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അക്യൂട്ട് ഡിസീസ് ആൻഡ് ഇറ്റ്സ് ഹോമിയോപ്പതിക് മാനേജ്മെന്റ് ആണ്. ഒരു സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൈനൈറ്റിസ്, സ്നീസിങ്, കൊറൈസ അങ്ങനത്തെയൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അതിന് തന്നെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ കുറച്ച് പോയിന്റ്സും പ്രിസ്ക്രിപ്ഷൻസും ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ എന്റെ ക്ലാസ്സിൽ പങ്കുചേരാൻ വേണ്ടി എത്തിയ എല്ലാ ഡോക്ടേഴ്സിനെയും ഞാൻ ക്ഷണിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. ആദ്യത്തെ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ എന്ന് നേസൽ ബ്ലോക്ക് വെരി സിവിയർ നേസൽ ബ്ലോക്ക് ആണെങ്കിൽ ലെപ്ന മൈനർ 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആസിഡ് മ്യൂർ 30 ബോത്ത് 4 times ഡെയിലി ടിൽ ബെറ്റർ. ഇതാണ് ലെപ്ന മൈനർ എന്ന് പറയുമ്പോൾ കെറ്റാറൽ റെമഡിയാണ്. റെഡ്യൂസസ് നേസൽ ഒബ്സ്ട്രക്ഷൻ, ക്രസ്റ്റ് ആൻഡ് മ്യൂക്കോപുർലിൻ ഡിസ്ചാർജ്, വെരി അബൻഡന്റ് അനോസ്മിയ, സ്മെൽ ഉണ്ടാവില്ല. പിന്നെ അടുത്തത് ആസിഡ് മ്യൂർ ആണ്. ആസിഡ് മ്യൂറിന്റെ പോയിന്റ് നേസൽ ബ്ലോക്ക് ഓഫ് നോസ് ഡ്യൂറിങ് നൈറ്റ്. മൂക്കടപ്പ് കാരണം ഉറങ്ങാനേ പറ്റുന്നില്ല എന്ന് പേഷ്യൻസ് വന്ന് പറയും. അത് ആസിഡ് മ്യൂർ മാത്രമല്ല, നക്സ്വോമിക്കും ഉണ്ട്. ആസിഡ് മ്യൂറും നക്സ്വോമിക്കും വളരെ ഇമ്പോർട്ടന്റ് മെഡിസിൻസ് ആണ്. കൂടെ അമോണിയം കാർബും നിക്കോളമെറ്റും നമുക്ക് കൊടുക്കാം. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷൻ കിട്ടിയിട്ടുള്ളത് ആസിഡ് മ്യൂറിലാണ്. അതുകൊണ്ടാണ് ഈ പ്രിസ്ക്രിപ്ഷനിൽ ആസിഡ് മ്യൂർ ആഡ് ചെയ്തത്. നേസൽ ബ്ലോക്ക് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ലെബ്ന മൈനറിൽ അവർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് റെഡ്യൂസസ് നേസൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരും കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതായിരിക്കും ലെബ്ന മൈനർ. പിന്നെ ആസിഡ് മ്യൂർ ആണ് ഒന്നുള്ളത്. നേസൽ ബ്ലോക്ക് ഡ്യൂറിങ് നൈറ്റ്, ഉറങ്ങാൻ പറ്റാത്തത്. ഇനി നെക്സ്റ്റ് അടുത്ത പ്രിസ്ക്രിപ്ഷൻ ഈവൻ ലീസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് എയർ ബ്ലോക്സ് നോസ്, വെരി സിവിയർ നേസൽ ബ്ലോക്ക്. ചില പേഷ്യൻസ് ഇങ്ങനെ തന്നെ വന്ന് പറയും, ചെറിയ കാറ്റ് തട്ടിയാൽ പോലും മൂക്കടപ്പാണെന്ന് പറയും. കുട്ടികളോ വലിയവരോ ആരായാലും പറയും, ഒന്ന് തണുത്ത കാറ്റ് തട്ടുമ്പോൾ മൂക്കടപ്പ് വരുന്നു പറയും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം ഡൾ ക്യാമറ 30 4 times ഡെയിലി, പിന്നെ ആസിഡ് മ്യൂർ 30 at ബെഡ് ടൈം.
പിന്നെ ഡൽക്യാമറയും ആസിഡ് മ്യൂറും 4 ടൈംസോ 3 ടൈംസോ കൊടുക്കണോണ്ടും തെറ്റില്ല. ഇപ്പൊ നമ്മൾ ആസിഡ് മ്യൂർ ബെഡ് ടൈം മാത്രം ആക്കാൻ കാരണം എന്താ വെച്ചാൽ എന്തായാലും നേസൽ ബ്ലോക്ക് വരുമ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. നൈറ്റ് സമയത്ത് അവർക്ക് കൂടും, രാത്രി സമയങ്ങളിൽ കൂടും. അപ്പൊ അതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ ഒരു ഡോസ് ആസിഡ് മ്യൂർ കൊടുക്കുമ്പോൾ ഒരു സുഖമായിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടും. അതിന് വേണ്ട നമ്മൾ ബെഡ് ടൈം ആഡ് ചെയ്തത്. ഇനി വേണമെങ്കിൽ 2ഉം 3 ടൈംസോ 2ഉം 4 ടൈംസോ അങ്ങനെ കൊടുക്കണോണ്ട് തെറ്റില്ല. ഡൽക്യാമറിന്റെ പോയിന്റ് ഇതാണ്, ലീസ്റ്റ് കോൾഡ് എയർ സ്റ്റോപ്സ് ദ നോസ്. അതാണ് ഡൽക്യാമറിന്റെ പോയിന്റ്, ലീസ്റ്റ് കോൾഡ് എയർ സ്റ്റോപ്സ് ദ നോസ്. ഇനി ഡൽക്യാമറിൽ തന്നെ കുറച്ച് പോയിന്റ്സ് ആണ്. ആദ്യത്തെ ഒന്ന് കോൾഡ് ഓഫ് ന്യൂ ബോൺ. അതായത് ഇപ്പൊ നമുക്ക് ക്ലിനിക്കിലൊക്കെ വരാറുണ്ട്, ഇപ്പൊ ജനിച്ച ഒരു 4 ദിവസം 3 ദിവസമായ കുട്ടികളെ കൊണ്ടുവരും. എന്നിട്ട് മൂക്കുന്ന് ചെറുതായിട്ട് ജലദോഷം വരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുക ഡൽക്യാമറ 30 ആണ് കൊടുക്കുക. ഒരു 45 ഡേയ്സ് വരയ്ക്കൊക്കെ ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ ചെറിയൊരു ജലദോഷം മാത്രമേ ഉള്ളൂ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡൽക്യാമറ കൊടുക്കും. അങ്ങനെ അതിന്റെ അപ്പുറം പിന്നെ കൊടുക്കില്ല. ആ ഒരു ഡൽക്യാമറ നല്ല ആക്ഷൻ ആണ്. അപ്പൊ വളരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും നമ്മളൊരു 30 ml ഒരു സ്റ്റോപ്പർ ബോട്ടിൽ എടുക്കും. എന്നിട്ട് അതിൽ 3/4 ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യും. എന്നിട്ട് അതിൽ ഒരു ഡ്രോപ്പ് ഡൽക്യാമറ 30 ഒറ്റിക്കും. എന്നിട്ട് പേഷ്യന്റിന് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുണ്ട് താഴ്ത്തിയിട്ട് ഒരു 1-2 ഡ്രോപ്പ് ഒറ്റിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെയാണ് ചെയ്യാറ്. അത് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു 4 ടൈംസോ 5 ടൈംസോ അങ്ങനെ ഡെയിലി ചെയ്യാൻ പറയും. അത്രേ ഉള്ളൂ. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. ഒരു 1 or 2 ഡ്രോപ്സ് മതി 4 to 5 ടൈംസ് ഡെയിലി. ചിലപ്പോഴൊക്കെ അത് ഒരു ദിവസം കൊണ്ട് മാറി തന്നെ പേഷ്യൻസ് പറയും. അങ്ങനെ അതാണ് കോൾഡ് ഓഫ് ന്യൂ ബോൺസ്. ചിലവർക്ക് എങ്ങനെ കൊടുക്കും വെച്ചാൽ നമ്മൾ പിൽസ് ആയിട്ട് തന്നെ കൊടുക്കും. കുറച്ച് പിൽസ് 2 gram പിൽസ് എന്തെങ്കിലും കൊടുക്കും. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയും ഒരു 1 ounce വാട്ടർ എടുക്കാൻ പറയും. വീട്ടിൽ നിന്ന് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കാൻ പറയും, ഒരു 1 ounce. എന്നിട്ട് അതിലൊരു 10 ഗുളിക ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അത് അലിഞ്ഞു പോകുമല്ലോ. എന്നിട്ട് അതൊന്ന് ഫില്ലറും കൊണ്ട് ഒരു 1-2 ഡ്രോപ്പ് കൊടുക്കാനും പറയും. എന്നിട്ട് ആ വെള്ളം ഡെയിലി ചേഞ്ച് ചെയ്യാനും പറയും. അപ്പൊ ബാക്കി ഉണ്ടെങ്കിലും അത് കളഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും 1 ounce വെള്ളം എടുക്കുക, ഒരു 10 ഗുളിക ഇടുക. എന്നിട്ട് അത് ഇതാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫില്ലറും കൊണ്ട് കൊടുക്കുക. അങ്ങനെ ഇപ്പൊ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിലാക്കിയിട്ട് 1 ounce ബോട്ടിലിൽ കൊടുക്കുകയാണെങ്കിലും അവരുടെ അടുത്ത് പറയും ഒരു 4 to 5 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ അത് കളഞ്ഞോളാൻ പറയും. പിന്നെ അത് വെറുതെ കൊടുക്കണ്ട, അത് കഴിഞ്ഞാൽ കളഞ്ഞോളൂ പറയും. അപ്പോഴേക്കും ആ കുട്ടിയുടെ കോൾഡും മാറിയിട്ടുണ്ടാവും. അതാണ് കോൾഡ് ഓഫ് ന്യൂ ബോൺസ് ഡൽക്യാമറ. ഒരുപാട് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ആണ് ഡൽക്യാമറ പറയുന്നത്, ചെറിയ കുട്ടികളുടെ കോൾഡ്. പിന്നെ റെയിൻ കംസ് നേസൽ ബ്ലോക്ക് കം, അതായത് മഴ വന്നു അപ്പോ മൂക്കടപ്പ് തുടങ്ങി, അത് ഡൽക്യാമറ 30 ആണ് മെഡിസിൻ. പിന്നെ നേസൽ ബ്ലോക്ക് അവേക്കിംഗ് വൺ അറ്റ് നൈറ്റ്, മൂക്കടപ്പ് കാരണം രാത്രി പെട്ടെന്ന് എണീക്കുക, അതാണ് മാക്കാർബ് 30. മൂക്കടഞ്ഞിട്ട് പെട്ടെന്ന് രാത്രി എഴുന്നേക്കുക, അതാണ് മാക്കാർബ് 30. ചെറിയ കാറ്റ് തട്ടുമ്പോൾ വരുന്നത് ഡൽക്യാമറ, മഴ പെയ്യുമ്പോൾ വരുന്നതും ഡൽക്യാമറയാണ്. പിന്നെ മൂക്കടപ്പ് കാരണം രാത്രി എഴുന്നേക്കുന്നത് മാക്കാർബ് 30. ഇനി മൂക്കടപ്പ് കാരണം ഉറങ്ങാനേ പറ്റുന്നില്ല എന്ന് പറയും. അങ്ങനെയും ചില പേഷ്യൻസ് ഒന്ന് പറയും. അപ്പൊ അവർക്ക് ആസിഡ് മ്യൂർ 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സിംഗമെറ്റ് 30 കൊടുക്കും, ബോത്ത് 3 ടൈംസ് ഡെയിലി. പിന്നെ ബെഡ് ടൈമില് ആബ്സിന്റിയം 30 ഒരു ഡ്രോപ്പ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഡോസ് ആയിട്ട് കൊടുക്കാം, പിൽസിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇത് സിംഗമെറ്റ് ആസിഡ് മ്യൂർ നമ്മൾ നേരത്തെ പറഞ്ഞു, മൂക്കടപ്പ് കാരണം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അതാണ് സ്പെസിഫിക് പോയിന്റ്. സിംഗമെറ്റ് എന്താ വെച്ചാൽ ആങ്സൈറ്റി ബിക്കോസ് ഓഫ് നേസൽ ബ്ലോക്ക്. അതാണ് ഇപ്പൊ ഒരു 2-3 ദിവസമൊന്നും അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ഒരു ടെൻഷനാവും. പേഷ്യന്റ് അയ്യോ ഡോക്ടറെ എന്റെ മൂക്കിൽ എന്തെങ്കിലും ഉണ്ടാവുമോ, എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തോന്നും. അങ്ങനെ അപ്പൊ ആ ഒരു ആങ്സൈറ്റി വരും എന്തായാലും നേസൽ ബ്ലോക്ക് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ. അപ്പൊ അതാണ് സിംഗമെറ്റ്, ആസിഡ് മ്യൂർ 30 സിംഗമെറ്റ് 30. പിന്നെ ആബ്സിന്റിയം കൊടുക്കണം എന്തിനാ വെച്ചാല് സെറിബ്രൽ ഇറിറ്റേഷന് വളരെ നല്ലതാണ് ആബ്സിന്റിയം എന്ന് പറയുന്നത്. നമുക്ക് നെർവസ് എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു നെർവസ് സിസ്റ്റത്തിനെ ഒന്നൊന്ന് കാം ഡൗൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സ്ലീപ്ലെസ്നെസ്സിന് ഉറക്കമില്ലായ്മയ്ക്കൊക്കെ നമുക്ക് ആബ്സിന്റിയം നല്ല മെഡിസിൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ബെഡ് ടൈമിൽ ഒരു ഡോസ് ആബ്സിന്റിയം കൊടുക്കുമ്പോൾ ആ ഒരു നെർവസ് ഇറിറ്റേഷൻ ഒക്കെ മാറി ഒരു ഗുഡ് സ്ലീപ്പ് കിട്ടുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബെഡ് ടൈമിൽ ഒരു ഡോസ് ആബ്സിന്റിയം 30 കൊടുക്കുന്നത്. പിന്നെ ആസിഡ് മ്യൂറും സിംഗമെറ്റും ബോത്ത് 3 ടൈംസ് ഡെയിലി കൊടുക്കുക. അപ്പൊ സിംഗമെറ്റ് ആങ്സൈറ്റി ബിക്കോസ് ഓഫ് നേസൽ ബ്ലോക്ക്. ഇനി അടുത്തത് അമോണിയം കാർബാണ് മെഡിസിൻ. നേസൽ ബ്ലോക്ക് അറ്റ് നൈറ്റ് വിത്ത് ലോങ് കണ്ടിന്യൂസ് കൊറേസ, cannot breathe through the nose, snuffles in children, sharp watery discharge from nose, nasal block and cold in children during rains. Nasal block in children എപ്പോഴും വിക്സ് ഇൻഹേലർ കൊണ്ട് മൂക്കും വലിച്ചുകൊണ്ട് നടക്കും, അതാണ് അമോണിയം കാർബ് പറയുമ്പോൾ.
അതായത് അമോണിയം കാർബൺ ഇതാണ്, കൊറേസയും ഉണ്ടാവും പക്ഷെ നേസൽ ബ്ലോക്കും ഉണ്ടാവും. മൂക്കിൽ കൂടെ വെള്ളം വരുന്നുണ്ടാവും എന്നാൽ മൂക്കടപ്പും ഉണ്ടാവും, മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റില്ല. പിന്നെ നേസൽ ബ്ലോക്ക് ഇൻ ചിൽഡ്രൻ. അപ്പോൾ അമോണിയം കാർബ് പേഷ്യൻസ് എങ്ങനെയാ വെച്ചാലും ഒരു വിക്സ് ഇൻഹേലറും എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പാണല്ലോ, അപ്പൊ ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അമോണിയം കാർബ്. പിന്നെ അമോണിയം കാർബ് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ചബ്ബി ആയിട്ടുള്ള ഒരു ചൈൽഡ് ഒക്കെ ആയിരിക്കും. കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ചബ്ബി ആയിരിക്കും. പിന്നെ ഒരു അൺക്ലെൻലിനെസ് ലുക്ക് ഒക്കെ ചിലപ്പോൾ കിട്ടും. അപ്പൊ അതൊക്കെ ആകുമ്പോൾ അമോണിയം കാർബ് നമുക്ക് കൊടുക്കാം. ഇനി നെക്സ്റ്റ് അമൈൽ നൈട്രേസും ആണ്. ബെസ്റ്റ് റെമഡി ഫോർ കോൾഡ് ആൻഡ് നേസൽ ബ്ലോക്ക്. On inhaling this drug, it rapidly dilates all the arterioles and capillaries, produces heat and throbbing in the head and with flushing of the face. അതായത് അമൈൽ നൈട്രോസും നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് മെയിൻലി ഇവിടെ കണ്ടീഷൻ ആണല്ലോ നേസൽ ബ്ലോക്കിൽ വരുന്നത്. അപ്പൊ എല്ലാ ആർട്ടീരിയോൾസും കാപ്പിലറീസും ഒന്ന് ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമൈൽ നൈട്രോസും കൊടുക്കുന്നത്. അതാണ് അമൈൽ നൈട്രോസത്തിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതും കോൾഡിനും നേസൽ ബ്ലോക്കിനും എല്ലാത്തിനും അമൈൽ നൈട്രോസും നല്ലതാണ്. നെക്സ്റ്റ് നേസൽ ബ്ലോക്ക് ഓഫ് ഇൻഫൻസ്. വളരെ ചെറിയ കുട്ടികൾക്ക് മൂക്കടപ്പ് പറയുമ്പോൾ നക്സ്വോമിക്ക് നല്ലതാണ്, സാംബൂക്കസും നല്ലതാണ്. പിന്നെ താഴെ സാംബൂക്കസിന്റെ പോയിന്റ് ആണ് പറയുന്നത്. സ്നഫിൾസ് ഇൻ ഇൻഫൻസ്, അതായത് മൂക്കടപ്പ് തന്നെയാണ്. നോസ് ഡ്രൈ ആൻഡ് ഒബ്സ്ട്രക്റ്റഡ് വെൻ നഴ്സിംഗ്, ചൈൽഡ് മസ്റ്റ് ലെറ്റ് ഗോ ഓഫ് നിപ്പിൾ, നോസ് ബ്ലോക്ക്ഡ്, കനോട്ട് ബ്രീത്ത്, ചൈൽഡ് വേക്സ് അപ്പ് സഡൻലി, നിയർലി സഫക്കേറ്റഡ്, സിറ്റ്സ് അപ്പ് ആൻഡ് ടേൺസ് ബ്ലൂ, കനോട്ട് എക്സ്പയർ. അതാണ് സാംബൂക്കസിന്റെ പോയിന്റ്. 3x 30 എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതും ഇതേ ചെറിയ വളരെ ഇൻഫൻസ് ഒക്കെ ആണെങ്കിലും അവര് പാല് കുടിക്കില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അവര് പാല് കുടിക്കില്ല. എന്നിട്ട് അവർക്ക് എന്താ വെച്ചാൽ മൂക്കടപ്പ് കാരണമാണ്. വിശപ്പ് ഉണ്ടാവും, അവര് കരച്ചിലായിരിക്കും, അവര് ആകെ കൂടെ ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പക്ഷെ അവർക്ക് പാല് കുടിക്കാൻ പറ്റില്ല മൂക്കടപ്പ് കാരണം. അതാണ് അപ്പൊ അതിനാണ് നമ്മൾ സാംബൂക്കസ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നേസൽ ബ്ലോക്കിൽ വരുന്ന മെഡിസിൻസ്. ആസിഡ് മ്യൂർ വരും, പിന്നെ ഡൽ ക്യാമറ, അത് മെയിൻലി തണുത്ത കാറ്റോ അങ്ങനെ തട്ടുമ്പോഴായിരിക്കും വരിക. പിന്നെ അമോണിയം കാർബ്, അമൈൽ നൈട്രോസം, സാംബൂക്കസ്, നക്സ്വോമിക്ക, ലെംന മൈനർ, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് മെഡിസിൻസ്. പിന്നെ ഓറം ട്രിഫിലും ഉണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഓറം ട്രിഫിലും ഇതെല്ലാമാണ് മെയിൻ ആയിട്ട് വരിക. അപ്പൊ അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സിംറ്റംസും ആണ് ഇപ്പൊ പറഞ്ഞു തന്നത് നേസൽ ബ്ലോക്കിന്റെ. നെക്സ്റ്റ് നേസൽ ടോൺ ഇൻ സ്പീച്ച്. അതായത് ഇത് മെയിൻലി നമുക്ക് കാണുക അഡിനോയിഡ്സ് ഉള്ള പേഷ്യൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുക. അപ്പൊ ആ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ മൂക്കുകൊണ്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് കേൾക്കും. ഇപ്പൊ പേരെന്താണ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ മൂക്കുകൊണ്ടായിരിക്കും അവർ സംസാരിക്കുക. അവരും മൂക്കടപ്പായിരിക്കും. നമുക്ക് അറിയാം അഡിനോയിഡ്സിന്റെ സിംറ്റം വരുമ്പോൾ നേസൽ ബ്ലോക്ക് ആയിരിക്കും. ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ റണ്ണിങ് നോസ് വിത്ത് നേസൽ ബ്ലോക്ക് വരും. അതല്ലെങ്കിൽ പിന്നെ വായ് തുറന്നു വെച്ച് അത് കാരണം വായ് തുറന്നു വെച്ച് ഉറങ്ങുക. പിന്നെ സ്നോറിങ് ഉണ്ടാവും രാത്രി ഉറക്കത്തില്. പിന്നെ നേസൽ ടോണും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബെറേറ്റാമ്യൂർ കൊടുക്കാം. 3x കൊടുക്കാം, 30 കൊടുക്കാം. രണ്ടും നല്ലതാണ് നമുക്ക്. അഡിനോയിഡ്സിനും നേസൽ ടോൺ ഉണ്ടെങ്കിൽ ബെറേറ്റാമ്യൂർ നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ക്രോണിക്. പിന്നെ ഇനി പറയാൻ പോകുന്നതൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് റെമഡീസ് ആണ്. നമ്മൾ ഏകദേശം പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഇപ്പൊ ഈ ക്ലാസ്സിലും കുറച്ച് പറഞ്ഞു. ഇനി കുറെ ഇമ്പോർട്ടന്റ് റെമഡീസ് ആണ്. ഇപ്പോ ഇതെല്ലാം നമുക്ക് എന്നും കിട്ടണമെന്നില്ല, പക്ഷെ എന്തെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഇതൊക്കെ നമുക്ക് റെയർ ആയിട്ട് ഇതൊക്കെ നമുക്ക് കിട്ടാം. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അങ്ങനെ വരുമ്പോ പിന്നെ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരണ്ടല്ലോ. അപ്പൊ നമുക്ക് റെഫർ ചെയ്തിട്ട് എളുപ്പം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെമഡീസ് ഒക്കെ പറയണത്. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എല്ലാം കൊടുക്കാം. ആദ്യത്തെ പോയിന്റ്, ക്രോണിക് റൈനൈറ്റിസ് വിത്ത് സ്മോൾ ഹെമറേജസ് ആൻഡ് ഹാൻഡ്കർച്ചീഫ് ഇസ് ഓൾവേസ് ബ്ലഡി. അതായത് ചില പേഷ്യൻസ് വന്ന് പറയും എപ്പോഴും മൂക്ക് ജലദോഷമായിരിക്കും. അപ്പൊ മൂക്ക് ചീറ്റുമ്പോ അവർക്ക് അതിലെപ്പോഴും മ്യൂക്കസിന്റെ കൂടെ കുറച്ചൊരു ബ്ലഡ് ടിൻറ്റും ഉണ്ടാവും എന്ന് പറയും. അപ്പൊ ഹാൻഡ് കർച്ചീഫ് എപ്പോഴും ആ ഹാൻഡ് കർച്ചീഫ് മൂക്ക് ചീറ്റിയിട്ട് നോക്കുമ്പോൾ ഒരു ബ്ലഡ് ടിൻറ്റ് ഉണ്ടാവും. അപ്പൊ അതാണ് അതിന്റെ മെയിൻ മെഡിസിൻ ഫോസ്ഫറസ് ആണ്. ഇപ്പൊ നമ്മൾ കൊടുക്കുക 6 അല്ലെങ്കിൽ 30 ആണ്. പിന്നെ പൊട്ടൻസി എന്ന് പറയുന്നത് അത് ഓരോ ഡോക്ടേഴ്സിന്റെയും ചോയ്സ് ആണ്. 6, 30, 200, 1 എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ റിപ്പീറ്റേഷനും അത് ഓരോ ഡോക്ടേഴ്സിന്റെ ഇഷ്ടമാണ്. അതെങ്ങനെ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. നമ്മളൊക്കെ ക്ലിനിക്കിൽ ചെയ്യുക ഒരു 3 times കൊടുക്കുകയാണ് ചെയ്യാം. ക്രോണിക് റൈനൈറ്റിസ് വിത്ത് സ്മോൾ ഹെമറേജസ്, ഹാൻഡ്കർച്ചീഫ് ഇസ് ഓൾവേസ് ബ്ലഡി, അതാണ് ഫോസ്ഫറസിന്റെ സിംറ്റം. നെക്സ്റ്റ്, will often break up a cold or coryza with a sore throat, nasal block, also with itching and sneezing.
അതാണ് സാപ്പനോറിയ ഒഫിഷ്യനാലിസ് ആണ് മെഡിസിൻ. അതായത് കോൾഡോ കൊറേസോ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവീന സെറ്റൈവ. അപ്പൊ സഡൻ ആയിട്ട് ഒരു കോൾഡ് വരികയാണെങ്കിൽ, അക്യൂട്ട് കോൾഡ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അവീന സെറ്റൈവ കൊടുത്ത് അത് ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞു. അവീന സെറ്റൈവ, ക്വില്ലേയ, അതുപോലെയാണ് സാപ്പനോറിയ. പക്ഷെ ഇപ്പൊ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് അവീന സെറ്റൈവയാണ്. കാരണം അതിന് കുറച്ചും കൂടെ ആക്ഷൻ കൂടുതൽ കണ്ടപ്പോൾ നമ്മളിപ്പോ അവീന സെറ്റൈവയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു കാറ്റഗറിയിലാണ് സാപ്പനോറിയും വരുന്നത്. പിന്നെ റൈനൈറ്റിസ് വിത്ത് ഡ്രൈ ഹാക്കിംഗ് കഫ് കോസ്ഡ് ബൈ ഫൈൻ ഡസ്റ്റ്. ചെറിയ പൊടി തട്ടിയാൽ പോലും ജലദോഷം, ചുമ ഇതൊക്കെ വരുന്നതാണ് ബെലഡോണയും ബ്രോമിയം. ബെലഡോണ വരുന്നുണ്ട്, ബ്രോമിയം വരുന്നുണ്ട്. ഇപ്പൊ ബ്രോമിയത്തിന് പറയുമ്പോൾ ഒരു ഗ്ലാൻസ് എൻലാർജ്ഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നുകൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. വേറെ സിംറ്റംസും എല്ലാം അതിന്റെ കൂടെ മാച്ച് ആവണമെങ്കിൽ ബ്രോമിയം കൊടുക്കാം. ബെലഡോണയും അതേപോലെ തന്നെയാണ്. ഇനി എവറി കോൾഡ് റൈസസ് അപ്പ് എ ബ്രോങ്കൈറ്റിസ്. ജലദോഷം വന്നാൽ പിന്നെ പനിയായി, കഫക്കെട്ടായി, ചുമയായി, എപ്പോഴും അങ്ങനെ തന്നെ. അതായത് പേഷ്യൻസ് വന്ന് പറയും എപ്പോഴെങ്കിലും ഒരു ചെറുതായിട്ട് ഡോക്ടറെ ജലദോഷം തുടങ്ങും, പിന്നെ കഫക്കെട്ടായി, പിന്നെ എപ്പോഴും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യലോ, ഒരാഴ്ച സ്കൂളിൽ പോകാൻ പറ്റില്ല, സ്കൂൾ ലീവായി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും പേഷ്യന്റ് വരിക. പക്ഷെ തുടങ്ങുന്നത് ജലദോഷമായിരിക്കും. അപ്പൊ നമ്മളും ഓക്കെ പറയും. ചിലപ്പോൾ നമ്മൾ ആദ്യം ജലദോഷമേ പൊള്ളൂ വിചാരിച്ച് നമ്മൾ ആദ്യം വരുമ്പോൾ ജലദോഷത്തിനുള്ള മരുന്ന് മാത്രം കൊടുത്തയക്കും. പക്ഷെ ഒരു 2 ദിവസം കഴിയുമ്പോൾ പേഷ്യന്റ് തിരിച്ചു വരും, നല്ല ചുമയായി, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര കഫക്കെട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓരോ ചെറിയ ജലദോഷം വരുമ്പോഴും ആ കുട്ടിക്ക് എപ്പോഴും ഭയങ്കര ബ്രോങ്കൈറ്റിസ് ആയിട്ട് വരും. പനി, കഫക്കെട്ട്, ചുമ, അങ്ങനെ അത് എപ്പോഴും റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാംഗാനം അസറ്റിക്കും ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ, മാംഗാനം അസറ്റിക്കും. പിന്നെ വേണമെങ്കിൽ ഡൽക്യാമറിയും കൊടുക്കാം. പക്ഷെ ഇമ്പോർട്ടന്റ് മെഡിസിൻ മാംഗാനം അസറ്റിക്കും ആണ്. നമ്മൾ ക്ലിനിക്കിൽ കൊടുക്കുക 38th പൊട്ടൻസി ആണ് കൊടുക്കുക. ഒരു ഡെയിലി 2 ടൈംസോ 3 ടൈംസോ കൊടുക്കും. അത് കുറച്ചൊന്ന് ലോങ് ടേമിന് കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെയാണ്. പിന്നെ കോൾഡ് ഫെയിൽ ടു ഈൽഡ് ഈസിലി. ജലദോഷം വിട്ടുമാറുന്നില്ല എന്ന് പറയും. സ്പ്യൂട്ടം പെർസിസ്റ്റന്റ്ലി മ്യൂക്കോപ്യൂർലന്റ് ആൻഡ് പ്രൊഫ്യൂസ്, സ്ലോ റിക്കവറി ആഫ്റ്റർ ന്യൂമോണിയ. അത് സൈലേഷ്യാണ്. ഇപ്പൊ അതും പറയും. ചില കുട്ടികള് ജലദോഷം തുടങ്ങിയിട്ട് 2 3 മാസമായി അവർ അലോപ്പതി കാണിച്ചിട്ടുണ്ടാവും, ആയുർവേദം, ഹോമിയോ പലതും കാണിച്ചിട്ടുണ്ടാവും, എന്നാൽ ജലദോഷം മാറുന്നേയില്ല. 2 3 മാസമായിട്ട് കുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ മൂക്കിൽ കൂടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും കർച്ചീഫും കൊണ്ട് പോകണം എന്ന് പറയും. അപ്പൊ അത് സൈലീഷ്യ 30 ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുക സൈലീഷ്യ 30 ഒരു 2 നേരമോ 3 നേരമോ കൊടുക്കും. കുറച്ചു കാലത്ത് അത് മാറുന്നവരേക്കും കഴിക്കാൻ പറയും, മാറിയ സ്റ്റോപ്പ് ചെയ്യാനും പറയും. അത്രേ ഉള്ളൂ. കോൾഡ്സ് ഫെയിൽ ടു ഈൽഡ് ഈസിലി, ജലദോഷം വിട്ടുമാറുന്നേ ഇല്ല എന്ന് പറയും. അതിന്റെ മെഡിസിൻ സൈലീഷ്യാണ്. പിന്നെ കഫ് റിട്ടേൺസ് വിത്ത് എവറി ഫ്രഷ് കോൾഡ്. ജലദോഷം വന്നാൽ ചുമ തുടങ്ങും. അതും സാങ്കുനറിയ ക്യാനാണ് മെഡിസിൻ. ടിഞ്ചർ 30 എന്ത് വേണമെങ്കിലും പൊട്ടൻസി കൊടുക്കാം, ഓരോരുത്തരുടെ ചോയ്സ് ആണ്. പക്ഷെ കഫ് റിട്ടേൺസ് വിത്ത് എവറി ഫ്രഷ് കോൾഡ് എന്ന് പറയുന്നത് സാങ്കുനറിയ കനാഡൻസിസ് ആണ് മെഡിസിൻ. ജലദോഷം വന്നാൽ ചുമ തുടങ്ങും. പിന്നെ ഡ്രൈ ആൻഡ് ഹാക്കിംഗ് കഫ് വിത്ത് ഫ്രീക്വന്റ് പെറോക്സിസംസ് ആഫ്റ്റർ ടേക്കിംഗ് കോൾഡ്. ജലദോഷം പിടിച്ചാൽ കുത്തി കുത്തിയുള്ള ചുമ തുടങ്ങും. ബ്ലാക്കിഷ് ഡിസ്ചാർജ് ഫ്രം നോസ് വിത്ത് സ്നീസിങ്. അത് ഇലാപ് സ്കോർ ആണ്. അതായത് നമുക്ക് ജലദോഷം വരുമ്പോഴാണെങ്കിലും തുമ്മൽ വരുമ്പോഴാണെങ്കിലും മൂക്കിന്ന് ചിലർക്ക് ബ്ലാക്കിഷ് ഡിസ്ചാർജ് വരും. ആ ഡിസ്ചാർജ് വരുന്നതാണ് ഇലാപ് സ്കോർ. അങ്ങനെ വരുവാണെങ്കിൽ എന്റെ മെഡിസിൻ ഇലാപ് സ്കോർ ആണ്. ബ്ലാക്കിഷ് ഡിസ്ചാർജ് വരുന്നത് സ്നീസിങ് ഉള്ള സമയത്താണെങ്കിലും റൈനൈറ്റിസ് ഉള്ള സമയത്താണെങ്കിലും ബ്ലാക്കിഷ് ഡിസ്ചാർജ് ആണെങ്കിൽ ഇലാപ് സ്കോർ ആണ് മെഡിസിൻ. പിന്നെ കോൺസ്റ്റന്റ് കൊറീസ വിത്ത് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ നോസ്, ബാഡ് സ്മെൽ ഓഫ് നേസൽ സെക്രീഷൻസ്, പോസ്റ്റീരിയർ നേസൽ കെറ്റാർ. അത് നാട്രം കാർബ് ആണ് മെഡിസിൻ. എപ്പോഴും കോൺസ്റ്റന്റ് കൊറീസയും ഉണ്ടാവും, മൂക്കുന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, എന്നാൽ മൂക്കടപ്പും ഉണ്ടാവും, പിന്നെ ബാഡ് സ്മെല്ലും ഉണ്ട്. ഇപ്പൊ ഒരു അക്യൂട്ട് ആയിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കേസ് വരുന്നത്. ഇപ്പൊ 2 ദിവസമായി ജലദോഷം തുടങ്ങി, മൂക്കടപ്പ് വന്നു, അപ്പൊ ഒരു ബാഡ് സ്മെല്ല് വരുന്നു, നമ്മൾ ആ കേസ് എടുക്കുന്നു. നമുക്ക് നാട്രം കാർബോ വേറെ എന്ത് മെഡിസിൻ വേണമെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒഫൻസീവ് സ്മെൽ ഫ്രം നോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതിയിട്ട് ക്രിയോസോട്ടോ ഹമാമിലിസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷെ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെയാണ്, അവർക്ക് ചിലപ്പോ മൂക്കടപ്പും ഉണ്ടാവും, അവർക്ക് ശ്വാസമേ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നല്ല ബാഡ് സ്മെൽ, ഒരു പഴുപ്പിന്റെ മണമായിരിക്കും, പസ് മണം വരികയാണെങ്കിൽ അത് കുറച്ച് സീരിയസ് കേസ് ആണ്. അപ്പൊ നമ്മൾ റെഫർ ചെയ്യാണ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ കൊടുത്താൽ മാറുമായിരിക്കും, പക്ഷെ റിസ്ക് എടുക്കില്ല. കാരണം കുട്ടികളല്ലേ. നമ്മൾ അഡിനോയിഡ്സിന്റെ കേസ് നമ്മൾ ഏകദേശം എല്ലാം എടുക്കാറുണ്ട്. അഡിനോയിഡ്സിന്റെ കൊടുക്കും, ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അഡിനോയിഡ്സിന്റെ കേസിൽ. പക്ഷെ ചില കേസ് നമ്മൾ റെഫർ ചെയ്യുന്ന 2 കണ്ടീഷനാണ്. ഒന്ന്, കുട്ടിക്ക് വളരെ സിവിയർ ആയിട്ടുള്ള നേസൽ ബ്ലോക്ക് ആയിരിക്കും, കുട്ടിക്ക് ശ്വാസം കിട്ടാൻ
ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഭയങ്കര ഒരു വെപ്രാളം പോലെ കാണിക്കുന്നുണ്ടാവും. അങ്ങനത്തെ കേസ് എടുക്കില്ല. പിന്നെ അതേപോലെ അത്രയും മൂക്കടപ്പും നേസൽ ബ്ലോക്ക് ഒക്കെ ആവും, പക്ഷെ അതേപോലെ ഒരു പസ് സ്മെല്ല് വരും. അത് ആ കുട്ടിക്കും ഫീൽ ചെയ്യും. ആ കുട്ടിയുടെ പാരന്റ്സോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അടുത്തിരിക്കുമ്പോൾ ആ ഒരു പസ്സിന്റെ ഒരു മണം നമുക്ക് കിട്ടും, പഴുപ്പിന്റെ. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ആ കേസ് എടുക്കില്ല, അപ്പൊ തന്നെ ENT നെ കാണിച്ചിട്ട് റെഫർ ചെയ്യാനാണ് പറയാം. അത് അഡനോയിഡ്സിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അത്രയും മൂക്കടപ്പും ഒരു ബാഡ് സ്മെല്ലും വരികയാണ്. അല്ലാതെ ഇപ്പോ ബാഡ് സ്മെല്ലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. നാട്രം കാർബോ, ക്രിയോസോട്ടോ, ഹെമാമലിസോ എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഒഫൻസീവ് സ്മെൽ ഫ്രം നോസ് എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ. നാട്രം കാർബ് ഇതാണ്: കോൺസ്റ്റന്റ് കൊറേസ വിത്ത് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ നോസ്, ബാഡ് സ്മെൽ ഓഫ് നേസൽ സെക്രീഷൻസ്, പോസ്റ്റീരിയർ നേസൽ കെറ്റാർ. അത് നാട്രം കാർബാണ് മെഡിസിൻ. ഒഫൻസീവ് ബ്രീത്ത് ജയലളിത ഡോക്ടർ ഇട്ടിരിക്കുന്നത് പിന്നെ ക്യാപ്സിക്കം. ക്യാപ്സിക്കും കൊടുക്കാം. ക്യാപ്സിക്കും നല്ലതാണ്. അത് ഒഫൻസീവ്. ഓക്കെ, ഒഫൻസീവ് ബ്രെത്ത് ക്യാപ്സിക്കം. ഓക്കെ. പിന്നെ നേസൽ ഡിസ്ചാർജ് വിത്ത് എവറി ഫ്രഷ് കോൾഡ് ആൻഡ് വിത്ത് സ്നീസിങ്. നേസൽ ഡിസ്ചാർജും വരും, ഓരോ തവണ ജലദോഷം വരുമ്പോൾ ഡിസ്ചാർജും തുമ്മലും, അതായത് ജലദോഷവും തുമ്മലും. അത് വരുമ്പോൾ സൈലേഷ്യ വിത്ത് ക്യാംഫർ 6x മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3x ആണ് കൊടുക്കുക. ജലദോഷവും തുമ്മലും വരുമ്പോൾ സൈലേഷ്യ വിത്ത് ക്യാംഫർ ആണ് കൊടുക്കുക. പിന്നെ കോൺസ്റ്റന്റ് നീഡ് ടു ബ്ലോ നോസ് ബട്ട് നോ ഡിസ്ചാർജ്, ഇൻസസെന്റ് സ്നീസിങ്, സ്റ്റഫി നോസ്. നിർത്താതെ തുമ്മിക്കൊണ്ടേയിരിക്കും. ഒരു മൂക്കൊരു അടപ്പുണ്ടാവും, പക്ഷെ നമ്മൾ മൂക്കുതിക്കുമ്പോ ഒന്നും വരില്ല. നമ്മള് സ്ട്രിക്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ ഒരു നാഗിങ് സെൻസേഷൻ ആയിരിക്കും ഫോർഹെഡിലൊക്കെ. എന്നാൽ ഡിസ്ചാർജ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വന്നാൽ മതിയായിരുന്നു, നമുക്ക് ജലദോഷം വരാൻ പോകുന്നു അല്ലെങ്കിൽ പനി വരാൻ പോകുന്നു എന്നുള്ള ഒരു സെൻസേഷൻ ആയിരിക്കും. ഇവിടെയൊക്കെ എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു തോന്നും. അതാണ് നാഗിങ് സെൻസേഷൻ ഉണ്ടാവും. സ്റ്റഫി നോസ് ആയിരിക്കും. നമുക്ക് ബ്ലോ ചെയ്യണം തോന്നും, പക്ഷെ ഒന്നും വരില്ല. അത് സ്ട്രിക്റ്റ് ആണ്. മദർ ടിഞ്ചർ 3x30 ഏത് പൊട്ടൻസി വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അമോണിയം മ്യൂർ 30യും അതിന് നല്ലതാണ്. നെക്സ്റ്റ്, റിപ്പീറ്റഡ് അറ്റാക്സ് ഓഫ് സ്നീസിങ്, ക്രോണിക് റൈനൈറ്റിസ് ആൻഡ് നേസൽ പോളിപ്പ്. അത് VAB ആണ്. VAB എന്ന് പറയുമ്പോൾ നോസോഡ് ആണ്. നമ്മളുടെ ബോറിക്കിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിൽ നോസോഡ്സ് ആൻഡ് സാർക്കോഡ്സ്, ട്യൂബർക്കുലിനും അവയറും സ്ട്രിപ്റ്റോകോക്സിനൊക്കെ ഉള്ളവിടെ ഉണ്ട് VAB. ബാസിലിന് BCG വാക്സിൻ എടുക്കുന്നതാണ് VAB എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ. ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് റെക്കറന്റ് ആയിട്ട് ഇങ്ങനെ സ്നീസിങ്, ക്രോണിക് റൈനൈറ്റിസോ നേസൽ പോളിപ്പോ ഒക്കെ ഉള്ളവർക്ക് നമുക്ക് VAB കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഡെയിലി ഒരു ഡോസ് തന്നെ കൊടുക്കാം. ഒരു മോർണിംഗോ ബെഡ് ടൈമോ ഏതെങ്കിലും ഒരു ഡോസ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം VAB. പിന്നെ പെയിൻ ഇൻ ദ റെക്ടം എവറി ടൈം ഹി സ്നീസസ് ഓർ കഫ്സ്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും റെക്ടത്തിൽ പെയിൻ, അത് ലാക്സിസ് ആണ് മെഡിസിൻ. പെയിൻ ഇൻ റെക്ടം എവറി ടൈം ഹി സ്നീസസ് ഓർ കഫ്, ലാക്സിസ്. പിന്നെ കൊറേസ, പ്രൊഫ്യൂസ് വാട്ടറി മ്യൂക്കസ് വിത്ത് സ്നീസിങ് ആൻഡ് നോസ്ട്രിൽസ് ഫീൽസ് ബേണിംഗ് ലൈക്ക് പെപ്പർ. ഒന്ന് ജലദോഷമായിരിക്കും, മൂക്കൊന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ നോസ്ട്രിൽസ് ഒക്കെ ഭയങ്കര ബേണിംഗ് ആയിരിക്കും. അതായത് കുരുമുളക് ബേണിംഗ് ലൈക്ക് പെപ്പർ, അത്രയും ബേണിംഗ് ആണെങ്കിൽ പിന്നെ സെനേഗയാണ് മെഡിസിൻ, സെനേഗ 30. പിന്നെ ക്യാച്ച് കോൾഡ് വെരി ഈസിലി, അത് നൈട്രിക് ആസിഡും ഗ്രഫൈറ്റസും. അത് രണ്ടും നല്ലതാണ്. പെട്ടെന്ന് ജലദോഷം വരിക, നൈട്രിക് ആസിഡും ഗ്രഫൈറ്റസും. പിന്നെ കോൾഡ് ഇൻ ദ ഹെഡ്, സ്റ്റഫി കോൾഡ്, ഡ്രൈ കൊറേസ, ഒസീന. പലരും നീരിറക്കം എന്ന് പറഞ്ഞു വരും, നീർക്കെട്ട്. അതാണ് ഇപ്പൊ ചില പേഷ്യൻസിന്റെ ഒരു കോമൺ ടേം ആണ്, ഡോക്ടറെ നീരിറങ്ങി എന്ന് പറഞ്ഞിട്ട് വരും. നീരിറക്കത്തിന്റെയാന്ന് തോന്നുന്നു, തലവേദന എന്നൊക്കെ, അല്ലെങ്കിൽ തലയിൽ ഒരു ഭയങ്കര ഒരു എന്തോ ഒരു ഭാരം പോലെ തോന്നുന്നു, അതാണ് സ്റ്റഫി ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വരും. അപ്പൊ അതാണ് കാൽക്കേരിയ ഫ്ലൂർ, നല്ല മെഡിസിൻ ആണ്. അതേപോലെ തന്നെ ബെസ്റ്റ് റെമഡി ഫോർ ഹെഡ് കോൾഡ് വിത്ത് ഹെഡ് ഏക്ക്. ഹെഡ് കോൾഡ് എന്ന് പറയുന്നത് നീരിറക്കത്തിന് തന്നെയാണ് പറയണത്. ഹെഡ് കോൾഡ് വിത്ത് ഹെഡ് ഏക്ക്, അത് അലിയം സെപ്പ നല്ലതാണ്. വെരി ഗുഡ് ഫോർ സ്റ്റഫി ഹെഡ് ഓർ കോൾഡ് ഇൻ ദ ഹെഡ്. ക്യാംഫർ നല്ലതാണ്. പ്രീഡിസ്പോസിഷൻ ഓർ ടെൻഡൻസി ടു കോൾഡ്, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോൾഡ് ഇൻ ദ ഹെഡ്, ഫെറംഫോ 6x 30 എന്ത് വേണമെങ്കിലും കൊടുക്കാം, അത് നല്ലതാണ്. സ്റ്റഫി ഹെഡ്, ഗിഡി, ഡൾ, ഡ്രൗസി, സ്റ്റുപ്പിഡ്, ആൽഫാൽഫ മദർ ടിഞ്ചറും നല്ലതാണ്. ഈ അടുത്ത് പോലും ഒരു കേസ് വന്നിട്ട് ഞാൻ ആൽഫാൽഫ മദർ ടിഞ്ചറും ക്യാംഫറും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പേഷ്യന്റ് ഇതാ പറഞ്ഞത്, ഭയങ്കര എന്തോ തലയൊക്കെ ഒരു സ്റ്റഫിനെസ്, ഒരു ഭാരം പോലെ തോന്നുക, പിന്നെ ഒരു മൂക്കടപ്പ് പോലെ,
ഇടയ്ക്ക് എപ്പോഴെങ്കിലും മൂക്കിൽ കൂടെ വെള്ളം വരും. ഇവിടെയൊക്കെ ഫുൾ എന്തോ ഒരു വെയിറ്റ് പോലെ തോന്നുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. മൂക്കടപ്പ്, ചെവി അടഞ്ഞു, അങ്ങനെയൊക്കെയാണ് പേഷ്യന്റ് പറയുന്നത്. ചെവിയും കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നു, തൊണ്ടയും അതേപോലെ എല്ലാം ഒരു അടഞ്ഞ ഒരു ഇതായിരുന്നു. അപ്പോൾ ആൽഫാൽഫ മദർ ടിഞ്ചർ ഒരു 10 ഡ്രോപ്സ് 4 ടൈംസ് ഡെയിലിയും ക്യാംഫർ 6 ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും അതേപോലെ 4 ടൈംസ് കൊടുത്തു, അത് ബെറ്റർ ആയി. അപ്പൊ അതാണ് മെയിൻലി സ്റ്റഫി ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാം നല്ലതാണ്, പക്ഷെ ആൽഫാൽഫ കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ അടുത്ത്. പിന്നെ ക്യാംഫർ, അലിയം സെപ്പ, ഫെറംഫോസ്, കാൽക്കേരിയ ഫ്ലൂറ, പിന്നെ അതേപോലെ റെസ്റ്റോക്സ് നല്ലതാണ് നീരിറക്കത്തിന്. ഇപ്പൊ നീരിറക്കം കാരണം ഭയങ്കര ചെവിന്റെ അവിടെ വേദന അല്ലെങ്കിൽ തലവേദന എന്നൊക്കെ പണ്ട് വരുമ്പോൾ റെസ്റ്റോക്സ് നല്ലതാണ്. ബെലഡോണ നല്ലതാണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് സ്റ്റഫി ഹെഡിനുള്ള മെഡിസിൻസ്. നെക്സ്റ്റ്, മാർക്കറ്റ് സ്നീസിങ് ഓർ സ്നീസിങ് ഇൻ സൺഷൈൻ. വെയിലത്ത് പോയാൽ അപ്പൊ തുമ്മലാണെന്ന് പറയും. അപ്പൊ നമ്മൾ സാധാരണ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു രാവിലെ നീറ്റോടനെ നിർത്താതെ തുമ്മുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ പേഷ്യന്റ് അപ്പോഴല്ല, വെയിലത്ത് പോകുമ്പോഴായിരിക്കും തുമ്മൽ വരിക. അത് മെർക്സോൾ ആണ് മെഡിസിൻ. മാർക്കറ്റ് സ്നീസിങ്, സ്നീസിങ് ഇൻ സൺഷൈൻ. പിന്നെ സ്നീസിങ്, റണ്ണിങ് നോസ്, വാട്ടറി ഐസ് ആൻഡ് കൺജഷൻ. ഹിസ്റ്റാമിൻ ആണ് മെഡിസിൻ. നമുക്കറിയാം എല്ലാം അലർജി ഉള്ള കേസസിലും അലർജിക് റൈനൈറ്റിസോ എന്ത് തരം അലർജി ആണെങ്കിലും അവിടെ നമ്മുടെ ബോഡി ഹിസ്റ്റാമിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ കൺജഷനും ഇച്ചിങ്ങും ഇതൊക്കെ നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഹിസ്റ്റാമിൻ പൊട്ടൻഡൈസ്ഡ് ഫോമിൽ കൊടുക്കാം. ഹിസ്റ്റാമിനും അതേപോലെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സ്നീസിങ്, റണ്ണിങ് നോസ്, വാട്ടർ ഐസ് എല്ലാം ഉണ്ട്. മൂക്ക് ചൊറിച്ചില്, കണ്ണ് ചൊറിച്ചില്, അങ്ങനെയൊക്കെ ഒരു കൺജഷനൊക്കെ ഹിസ്റ്റാമിനും കൊടുക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ മദർ ടിഞ്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാർഡസ്, സോളിഡാഗോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ഡ്രോപ്സ് ഏർലി മോർണിംഗ് ബെഡ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കാർഡസോ സോൾഡാഗോ ഒക്കെ ഏർലി മോർണിംഗ് ആൻഡ് ബെഡ് ടൈം 10 ഡ്രോപ്സ് കൊടുക്കുക. ഇൻ ബിറ്റ്വീൻ ഹിസ്റ്റാമിൻ 60 30 ഒരു 2 or 3 ടൈംസ് ഡെയിലി കൊടുക്കാം. അങ്ങനെ. പിന്നെ ഇൻസസന്റ് സ്നീസിങ്, ലീനിയ നേസാലിസ് മാർക്ക്ഡ്. നിർത്താതെ തുമ്മിക്കൊണ്ടേയിരിക്കുക, ലീനിയ നേസാലിസ് മാർക്ക്ഡ് ആയിരിക്കും. ഭയങ്കര സഫറിങ് എക്സ്പ്രഷൻ, പെയിൻഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫേസ് ഒക്കെ ആണെങ്കിൽ എത്തൂസ 30 നമുക്ക് കൊടുക്കാം. പിന്നെ സ്നീസിങ്, ക്രോണിക് ടെൻഡൻസി, സൈലീഷ്യ 6x 30. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുക കാർഡസ് മദർ ടിഞ്ചർ ഏർലി മോർണിംഗും ബെഡ് ടൈമും 10 ഡ്രോപ്സും, പിന്നെ സൈലീഷ്യ 6x, ചിലപ്പോൾ മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3x ഉണ്ടാവും. അത് സൈലീഷ്യ വിത്ത് ക്യാംഫർ ഇൻ ബിറ്റ്വീൻ 2 or 3 ടൈംസ് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ സാധാരണ കൊടുക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് സ്നീസിങ്, ക്രോണിക് ടെൻഡൻസി എന്ന് പറയുന്നത് സൈലീഷ്യയാണ് മെഡിസിൻ. പിന്നെ വയലന്റ് അറ്റാക്സ് ഓഫ് സ്നീസിങ്, ഭയങ്കര ഒരു തവണ തുമ്മാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഒരു 15ഉം 20ഉം തവണ തുമ്മിയിട്ടായിരിക്കും നിർത്തുക. അങ്ങനെ. അപ്പൊ അതാണ് ഇൻഡിയമെറ്റ് 30, പിന്നെ ആർസ് ഹൈഡ്രോജനിസേറ്റം 30. അത് മെഡിസിൻസ് ആണ്. ഇപ്പൊ നമ്മൾ തന്നെയാണ്, ഇപ്പൊ നമ്മളിപ്പോ കാർഡ് ഇങ്ങനെ മെഡിസിൻ കൊടുത്തു. അപ്പൊ സൈലീഷ്യ വിത്ത് ക്യാൻസർ ആദ്യം കൊടുത്തു. പിന്നെ അത് കൊടുത്തിട്ട് നമുക്ക് ചില കേസസിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത്ര ഇംപ്രൂവ്മെന്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതേപോലെ വയലന്റ് അറ്റാക്സ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇൻഡിയമെറ്റ് ആയിരിക്കും പിന്നെ കൊടുക്കുക. ചിലപ്പോൾ അതിലായിരിക്കും റിസൾട്ട് കിട്ടുക. ചിലപ്പോൾ ആദ്യം തന്നെ പേഷ്യന്റ് പറയും നിർത്താതെ തുമ്മാനും 15-20 തവണയൊക്കെ തുമ്മണു പറയുമ്പോൾ ചിലപ്പോൾ ആദ്യം തന്നെ ഇൻഡിയമെറ്റ് ആയിരിക്കും കൊടുക്കുക. അങ്ങനെ ഓരോ സിംറ്റം വൈസ് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇൻഡിയമെറ്റും ഉണ്ട്, ആർസ് ഹൈഡ്രോജനിസേറ്റും ഉണ്ട്. കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഇൻഡിയമെറ്റ് 30ക്കാണ്. പിന്നെ ലോങ് കണ്ടിന്യൂഡ് സ്നീസിങ് അതേപോലെ തന്നെയാണ്, നിർത്താതെ തുമ്മിക്കൊണ്ടിരിക്കുക. അപ്പോസൈനം കനാബിയം ടിഞ്ചർ 3x 30 എന്ത് വേണമെങ്കിലും കൊടുക്കാം. അടുത്തത് കോംബിങ് ഹെയർ ട്രിഗർ സ്നീസിങ്. അതായത് ഒന്ന് മുടി ചീർപ്പി തുടങ്ങുമ്പോഴേക്കും തുമ്മൽ വരും എന്ന് പറയും. ആ മുടി ചീർപ്പാൻ തുടങ്ങി അതിന്റെ മണം എന്തെങ്കിലും തട്ടുമ്പോഴേക്കും തുമ്മാൻ തുടങ്ങാം. അത് സൈലീഷ്യയാണ് എന്റെ മെഡിസിൻ. സൈലീഷ്യ 6x 30 എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ സ്പേർട്ടിങ് ഓഫ് യൂറിൻ ഓൺ സ്നീസിങ്, അതായത് തുമ്മുമ്പോ അറിയാതെ യൂറിൻ പോവുക. അതാണ് കോസ്റ്റിക്കം 30 പ്ലസ് നാട്രമ്യൂർ 6x. അതാണ് നമ്മൾ യൂഷ്വലി കൊടുക്കുക. വേണമെങ്കിൽ കോസ്റ്റിക്കത്തിന് പകരം പൾസാറ്റിലിയും കൊടുക്കാം, അതും നല്ലതാണ്. പിന്നെ ഇൻടോളറബിൾ ഹെഡേക്ക് ഡ്യൂറിങ് കഫിങ് ഓർ സ്നീസിങ്, കാലി കാർബ് 30 ആണ്. ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അതിഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്തത്ര തലവേദന വരിക, അത് കാലി കാർബ് 30 ആണ് അതിന്റെ മെഡിസിൻ. നെക്സ്റ്റ്, സ്നീസിങ് വിത്ത് അനോയിങ് ഇച്ചിങ് ഓഫ് നോസ്ട്രിൽസ് ആൻഡ് റൂഫ് ഓഫ് ദ മൗത്ത്, ലോസ് ഓഫ് സ്മെൽ, അരുണ്ടോ. ഈ ചില പേഷ്യൻസ് ഒന്ന് പറയും എപ്പോഴും തുമ്മുമ്പോ നമ്മളുടെ ഈ പാലറ്റ് വായിന്റെ മുകളിൽ ഭയങ്കര ചൊറിച്ചിലാണ് പറയും. അങ്ങനെയുള്ള പേഷ്യൻസിന് പിന്നെ നമ്മൾ അരുണ്ടോ 30 ആണ് കൊടുക്കാറ്.
മെയിൻലി സ്നീസിങ് വിത്ത് ഇച്ചിങ് ഇൻ ദ റൂഫ് ഓഫ് ദ മൗത്ത്. ആ പാലറ്റിൽ ഭയങ്കര ചൊറിച്ചിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരുണ്ടോയാണ് കൊടുക്കുക. അതാണ് അരുണ്ടോന്റെ പോയിന്റ്. സ്നീസിങ് വിത്ത് ഇച്ചിങ് ഇൻ ദ റൂഫ് ഓഫ് മൗത്ത്. പിന്നെ സ്നീസിങ് കോസസ് അഫോണിയ. തുമ്മി തുമ്മി ശബ്ദം പോവുക. അത് കാർബ് 30 ആണ്. സ്നീസിങ് കോസസ് അഫോണിയ. പിന്നെ സ്നീസിങ് വെൻ ഡിപ്പിംഗ് ഹാൻഡ്സ് ഇൻ വാട്ടർ. അതായത് വെള്ളത്തിൽ കൈയൊന്ന് മുക്കുമ്പോഴേക്കും തുമ്മാൻ തുടങ്ങാം. അതിപ്പോ ചിലപ്പോൾ ലേഡീസ് ഒക്കെ വന്ന് പറയും, രാവിലെ എണീറ്റിട്ട് ഒന്ന് ബ്രഷ് ചെയ്യാനോ മോൻ കഴുകാനോ ഇല്ലെങ്കിൽ കിച്ചണിൽ എന്തിലെങ്കിലും വേണ്ടിയിട്ടോ അവരൊന്ന് വെള്ളം തുറന്ന് ആ വെള്ളം കയ്യിൽ തട്ടുമ്പോഴാണ് അവർക്ക് തുമ്മൽ വരിക എന്ന് പറയും. അപ്പൊ അതിന് 2 മെഡിസിൻസ് ആണ്, ഫോസ്ഫറസും ലാക് ഡിഫ്ലോറേറ്റും. പക്ഷെ നമുക്ക് കൊടുത്തിട്ട് റിസൾട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഫോസ്ഫറസിനാണ്. സ്നീസിങ് വെൻ ഡിപ്പിംഗ് ഹാൻഡ്സ് ഇൻ വാട്ടർ. കുട്ടികളും എല്ലാവർക്കും വരാം, പക്ഷെ കോമൺ ആയിട്ട് ലേഡീസ് ആണ് അങ്ങനെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. കിച്ചണിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആദ്യം പോയി ഒരു ചായ വെക്കാനോ എന്തിനെങ്കിലും പാത്രം കഴുകാനോ എന്തിനെങ്കിലും വേണ്ടി പോയിട്ട് വെള്ളം കയ്യിൽ തട്ടി അപ്പൊ തുമ്മാൻ തുടങ്ങും. അതാണ് ഫോസ്ഫറസ് 30, ലാക് ഡിഫ്ലോറേറ്റൻ 30. അപ്പോ ഈ സ്നീസിങ് ഉള്ളവരുടെ അടുത്ത് നമ്മൾ പറയാം കുളിക്കണതും മുഖം കഴുകണതും എല്ലാം ഒരു വാം വാട്ടറിൽ ചെയ്യാൻ വേണ്ടി പറയാ പ്രത്യേകം. കാരണം അത് പിന്നെയും തണുത്ത വെള്ളത്തിൽ ചെയ്യുമ്പോൾ അത് പിന്നെയും അത് കൂടുതലാവുകയേ ചെയ്യുള്ളൂ. ആ ഒരു മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വാം വാട്ടർ യൂസ് ചെയ്യാൻ വേണ്ടി പറയണത്. പിന്നെ സ്നീസിങ് കൊറേസ ഫ്രം ഗെറ്റിംഗ് വെറ്റ്. ഒന്ന് തണുത്തു അല്ലെങ്കിൽ മഴയത്ത് നനഞ്ഞു, അതിനൊക്കെ ശേഷം തുമ്മലോ ജലദോഷമോ വരുവാണെങ്കിൽ നമുക്ക് റെസ്റ്റോക്സ് കൊടുക്കാം. സ്നീസിങ് ഓർ കൊറേസ ഫ്രം ഗെറ്റിംഗ് വെറ്റ്. റെസ്റ്റോക്സ് ആണ് മെഡിസിൻ. പിന്നെ സ്നീസിങ് വിത്ത് ഇൻടോളറബിൾ ഇച്ചിങ് ഓഫ് ഐസ്. ചിലവർ ഇങ്ങനെ തന്നെ പറയും, തുമ്മുമ്പോ കണ്ണ് നന്നായിട്ട് ചൊറിയും പറയും. എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടേയിരുന്ന് കണ്ണ് ഭയങ്കര റെഡ് ആവും എന്ന് പറയും. 2 മെഡിസിൻ ആണ്, ഒന്ന് അംബ്രോസിയും പിന്നെ ഒന്ന് ഫാഗോപൈറും. രണ്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. അങ്ങനെ സ്നീസിങ് വിത്ത് ഇൻടോളറബിൾ ഇച്ചിങ് ഓഫ് ഐസ് അംബ്രോസിയും ഉണ്ട്. പിന്നെ ഫാഗോപൈറത്തിന്റെ സ്നീസിങ് വിത്ത് അൺബിയറബിൾ ഇച്ചിങ് ഓഫ് ഐസ് ആൻഡ് ഇയേഴ്സ്, ഇൻഫ്ലേംഡ് റെഡ് നോസ് ലുക്ക് ആൻഡ് ഫ്ലുവന്റ് കൊറേസ, സ്നീസിങ് ഫോളോഡ് ബൈ ഡ്രൈനസ് ആൻഡ് ക്രസ് ഫോർമേഷൻ ഇൻ നോസ്ട്രിൽസ്. അത് ഫാഗോപൈറോ ആണ്. ഇച്ചിങ് ഓഫ് സ്നീസിങ് വിത്ത് ഇച്ചിങ് ഓഫ് ഐസ് അംബ്രോസിയ ഫാഗോപൈറം. സ്നീസിങ് വിത്ത് ഇച്ചിങ് ഓഫ് റൂഫ് ഓഫ് മൗത്ത് അരുണ്ടോ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വരുന്ന നമുക്ക് ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ്സ്. നമുക്ക് കൂടുതൽ കിട്ടുന്ന സിംറ്റംസും ഇതൊക്കെയായിരിക്കും. പിന്നെ സ്നീസിങ് ഓൾ ഡേ ഇൻ ചിൽഡ്രൻ. കുട്ടികള് രാവും പകലും തുമ്മിക്കൊണ്ടേയിരിക്കാം. അതാണ് സാലിസിലിക് ആസിഡ് 30 ആണ് അതിന്റെ മെഡിസിൻ. പിന്നെ സ്നീസിങ് എറോസസ് ഫ്രം സ്ലീപ്പ്. തുമ്മല് കാരണം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുക. അത് അമോണിയം മ്യൂർ 30 ആണ് മെഡിസിൻ. സ്നീസിങ് എറോസസ് ഫ്രം സ്ലീപ്പ്. തുമ്മല് കാരണം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുക. അമോണിയം മ്യൂർ 30. ആൻഡ് സിവിയർ സ്നീസിങ് വിത്ത് ആസ്മാറ്റിക് വീസിങ്. ചില പേഷ്യൻസ് പറയും തുമ്മി തുമ്മി അവസാനം അത് വീസിങ്ങിലോട്ട് എത്തും എന്ന് പറയും. അതാണ് സബാഡില്ല. ടിഞ്ചറോ 3Xോ 30യോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സിവിയർ സ്നീസിങ് വിത്ത് ആസ്മാറ്റിക് വീസിങ്. നെക്സ്റ്റ്, ആഫ്റ്റർ ദ സ്നീസിങ് സ്റ്റേജ് ആസ്മാറ്റിക് വീസിങ് റിമൈനിങ്. തുമ്മലെല്ലാം മാറും, പക്ഷെ അപ്പോഴും വീസിങ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക. അത് നാജ 30 ആണ് മെഡിസിൻ. അപ്പൊ സ്നീസിങ്ങും ആസ്മാറ്റിക് വീസിങ്ങും, ഒന്ന് സബാഡില്ല പറഞ്ഞു, പിന്നെ ഒന്ന് നാജയും പറഞ്ഞു. പിന്നെ ടച്ചിങ് നോസ് ട്രിഗർ സ്നീസിങ്. മൂക്ക് തൊട്ടാൽ തുമ്മൽ തുടങ്ങും, അല്ലെങ്കിൽ മൂക്കിൽ എന്തെങ്കിലും തട്ടിയാൽ തുമ്മൽ തുടങ്ങും. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ഉള്ള പേഷ്യൻസിനാണ് അങ്ങനെ ഉണ്ടാവുക. മൂക്കും തൊടുമ്പോഴേക്കും തുമ്മാൻ തുടങ്ങാം. അത് മൈമോസ പുതിക്ക 30, ബെലഡോണ 6E30 ആൻഡ് ലാക്സസ് 30 ആണ് മെഡിസിൻസ്. മൈമോസ പുതിക്ക എന്ന് പറയുന്നത് നമ്മൾ തൊട്ടാവാടിയാണ്. അത് മെയിൻലി നമുക്കൊരു ഡോക്ടർ ഓഫ് സിഗ്നേച്ചർ ആയിട്ടും എടുക്കാം. നമ്മൾ തൊട്ടാവാടി തൊടാൻ പോകുമ്പോഴേക്കും അതൊന്ന് ഷ്രിങ്ക് ചെയ്യും. അതേപോലെയാണ് ആ പേഷ്യന്റും അത്രയും സെൻസിറ്റീവ് ആണ്. അതാണ് തൊടാൻ പോകുമ്പോഴേക്കും നമ്മളൊരു റെസ്പോൺസിബിൾ ആണ് സ്നീസിങ് വരുന്നത്. അപ്പൊ മൈമോസ പുതിക്ക നല്ലതാണ്, ബെലഡോണ ലാക്സസ് ഇത് 3ഉം നല്ല മെഡിസിൻസ് ആണ്. പിന്നെ സ്നീസിങ് അഗ്രവേറ്റഡ് ബൈ ഓപ്പണിംഗ് ഐസ് ഓർ അമൽറേറ്റഡ് ബൈ ക്ലോസിങ് ഐസ്. അതായത് ഇപ്പൊ നമ്മൾ ഉറങ്ങുക എന്തെങ്കിലും ചെയ്ത് പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോൾ അപ്പൊ തുമ്മാൻ വേണ്ടി തുടങ്ങും. അതാണ് അതിന്റെ പോയിന്റ്. പിന്നെ നമ്മൾ കണ്ണടച്ച് കുറച്ചും കൂടെ കിടക്കുകയാണെങ്കിൽ അത് ഉണ്ടാവില്ല. അപ്പൊ അതാണ് അത്. ഗ്രഫൈറ്റിസ് ആണ് എന്റെ മെഡിസിൻ. പിന്നെ സ്നീസിങ് വിത്ത് കഫിങ്. തുമ്മലും ചുമയും. അതാണ് ഫ്ലുവൻ കൊറേസ. മാർജിൻസ് ഓഫ് നോസ്ട്രിൽസ് ഫീൽ സോർ. കഫ് എൻഡ്സ് വിത്ത് സ്നീസിങ്. കഫ് ഓഫ് മീസിൽസ്. സ്ക്വില്ലയാണ് മെഡിസിൻ. അതായത് തുമ്മലും ചുമയും, അതാണ് സ്ക്വില്ലന്റെ പോയിന്റ്. സ്നീസിങ് വിത്ത് കഫിങ്, തുമ്മലും ചുമയും. പിന്നെ അതേപോലെ ചുമച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുമ്മലായിട്ട് മാറും. കഫ് എൻഡ്സ് വിത്ത് സ്നീസിങ്, അതാണ് സ്ക്വില്ല.
അതേപോലെ തന്നെ വരുന്ന വേറെ കുറച്ച് മെഡിസിൻസ് ആണ് കഫ് ഫെൻസിൻ സ്നീസ്. ചുമച്ച് അവസാനം അത് തുമ്മലായിട്ട് മാറും. അഗാരിക്കസ്, ആർസൈഡം, സെനേഗ, ബെലഡോണ, സ്ക്വില്ല. ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് മെഡിസിൻസ്. കഫ് എൻസിൻ സ്നീസ്, അഗാരിക്കസ്, ആർസൈഡം, സെനേഗ, ബെലഡോണ, സ്ക്വില്ല. അഗാരിക്കസിന്റെ പോയിന്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇച്ചിങ് ഇൻ നോസ് ഇന്റേർണലി ആൻഡ് എക്സ്റ്റേർണലി, കഫ് ഫെൻസ് ഇൻ സ്നീസ്, watery non-inflammatory nasal discharge, inner angles of nose very red, offensive dark bloody discharge of nose, epistaxis in old people. അതായത് അഗാരിക്കസ്. ഇപ്പോ കുറച്ചുകൂടെ വയസ്സായ ആൾക്കാരാണ്, അവർക്ക് കൊറേസി ഉണ്ട്, അതായത് ജലദോഷം വന്നു പെട്ടെന്ന് മൂക്കിൽ കൂടെ ഇങ്ങനെ എപ്പിസ്റ്റാക്സിസും വരുവാണെങ്കിൽ നമുക്ക് അഗാരിക്കസ് കൊടുക്കാം. അതാണ് അഗാരിക്കസ് മസ്കാരിസ് 30 ഏത് പൊട്ടൻസി വേണമെങ്കിലും ചൂസ് ചെയ്യാം. നെക്സ്റ്റ്, അക്യൂട്ട് സ്മെൽ ട്രിഗേഴ്സ് സ്നീസിങ് ആൻഡ് വോമിറ്റിംഗ്. അതായത് എന്തെങ്കിലും സ്ട്രോങ് സ്മെല്ല് തട്ടുമ്പോൾ പെട്ടെന്ന് തുമ്മൽ വരിക. അതിന്റെ മെഡിസിൻസ് ആണ് കോൾച്ചിക്കം, കാർബോളിക് ആസിഡ്, നക്സ്വോമിക്ക, ഹൈഡ്രാസ്റ്റിസ്, ചൈന. ഇതൊക്കെയാണ് മെഡിസിൻ. നമ്മൾ കൂടുതലും കൊടുക്കുക കോൾച്ചിക്കോ ആണ് കൊടുക്കുക. അക്യൂട്ട് സ്മെൽ ട്രിഗേഴ്സ് സ്നീസിങ്, സ്ട്രോങ് സ്മെൽസ് തട്ടുമ്പോൾ തുമ്മൽ വരുന്നത് കോൾച്ചിക്കോ ആണ് നമ്മൾ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഇനി ആ സ്ട്രോങ് സ്മെല്ല് തട്ടിയിട്ട് തുമ്മൽ വന്ന് തലകറക്കം വരികയാണ്, ഫെയിന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ നക്സ്വോമിക്കയാണ് മെഡിസിൻ. കോൾച്ചിക്കും നക്സ്വോമിക്കയാണ് കൂടുതൽ ആക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനത്തെ ഉള്ള ഫെയിന്റിങ് ഉണ്ടെങ്കിലാണ് നമുക്ക് നക്സ്വോമിക്ക കൊടുക്കുക, അല്ലെങ്കിൽ കോൾച്ചിക്കോ ആണ് കൊടുക്കാറ്. പക്ഷെ കാർബോളിക് ആസിഡും ഹൈഡ്രാസ്റ്റിസും ചൈനയും കൂടെ ഉണ്ട്, നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ്, ആർസൈഡോ ആണ് അടുത്ത മെഡിസിൻ. സ്വെല്ലിംഗ് ആൻഡ് ഹൈപ്പർട്രോഫി ഓഫ് ടിഷ്യൂസ് വിത്തിൻ ദ നോസ്, സ്വെല്ലൻ നോസ്, nasal membrane sore and excoriated, irritation and tingling of nose with a constant desire to sneeze. മൂക്ക് കിരികിരു എന്ന് അരിക്കുകയും തുടർച്ചയായി തുമ്മുകയും ചെയ്യുക. Thin, watery, irritating, excoriating discharge from anterior and posterior nace with a severe sneezing, chronic nasal catarrh. ആർസൈഡത്തിന്റെ ഒരു പോയിന്റ് പറയുമ്പോൾ, ഇപ്പൊ ചില കുട്ടികൾ നമ്മളുടെ അടുത്ത് വരുമ്പോഴേ അവർക്ക് ഈ മൂക്കിന്റെ ഇവിടെയൊക്കെ ഈ തോലൊക്കെ പോയിട്ട് ഭയങ്കര ഒരു ഡ്രൈ ആയിട്ടായിരിക്കും കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ നിന്ന് ആ ഒരു ഡിസ്ചാർജ് താഴോട്ട് ഇറങ്ങിയ വഴിയൊക്കെ ഭയങ്കര എക്സ്കോറിയേറ്റഡ്, എന്താ പറയാ, ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് ഇങ്ങനെ വെള്ള പോലെ ഭയങ്കര ഡ്രൈ സ്കിന്ന് പോലെ കാണാൻ പറ്റും. അപ്പൊ അത് ആർസൈഡത്തിന് ഇൻഡിക്കേഷൻ ആണ്. ആർസൈഡം മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ ആർസൈഡും അലിയം സെപ്പയും കൊടുക്കാം. അലിയം സെപ്പയ്ക്കും ഏക്രി ഡിസ്ചാർജ് ആണല്ലോ, അപ്പൊ അത് കൊടുക്കാം. ആർസൈഡത്തിനും അതേപോലെയാണ്. അപ്പൊ ആർസൈഡത്തിന്റെ ആ ബോറിക്കിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്, ആ ഡിസ്ചാർജ് ഏത് വഴിയിലൂടെയൊക്കെ പോവോ ആ പോകുന്ന വഴിയെല്ലാം അത് വീണ്ടും അൾസറേറ്റഡ് വൂണ്ടഡ് ആയിട്ട് മാറ്റും എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഒരു ലൈൻ സെന്റൻസ് പറയുന്നുണ്ട്, കൃത്യമായിട്ട് സെന്റൻസ് ഓർമ്മയില്ല, പക്ഷെ അതുപോലെ എവിടത്തെ ഡിസ്ചാർജ് ആണെങ്കിലും ആ പോകുന്ന മെംബ്രെയിനെ അത് ചീത്തയാക്കിയിട്ടായിരിക്കും പോവുക. അതാണ് സ്വെല്ലിംഗ്, അതാണ് ഇതിൽ ആർസൈഡത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. Thin, watery, irritating, excoriating discharge with a severe sneezing, chronic nasal catarrh. അതാണ് ആർസൈഡത്തിന്റെ പോയിന്റ്. നെക്സ്റ്റ്, വീക്ക്നെസ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ ഓർ ഫെറ്റീഗ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ. അതായത് ഇപ്പൊ ചിലവര് പറയും ജലദോഷവും പനിയും എല്ലാം വന്നു കഴിഞ്ഞു, അതിനുശേഷം ഭയങ്കര ക്ഷീണമാണെന്ന് പറയും. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് കൊടുക്കേണ്ട മെഡിസിൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. വീക്ക്നെസ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ ഓർ ഫെറ്റീഗ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ. ആദ്യത്തെ മെഡിസിൻ നമ്മൾ കൂടുതലും കൊടുക്കാറ് സാർക്കോലാക്റ്റിക് ആസിഡ് ആണ് കൊടുക്കാറ്. നമുക്കതിൽ ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് സാർക്കോലാക്റ്റിക് ആസിഡ് കൊടുത്തിട്ട്. അതിന്റെ പോയിന്റ് ഇതാണ്: സ്പൈനൽ ന്യൂറസ്തീനിയ, മസ്കുലാർ വീക്ക്നെസ്, dyspnea with a myocardial weakness, arms feel as if no strength in them, tired feeling with a muscular prostration, worse by exertion. Best for the most violent form of epidemic influenza, especially with violent retching, uncontrollable vomiting, and greatest prostration and weakness. അതാണ്, അതിന് സാർക്കോലാക്റ്റിക് ആസിഡ് ആണ് ഏറ്റവും നല്ല മെഡിസിൻ. അതായത് മെയിൻലി ഇൻഫ്ലുവൻസ കഴിഞ്ഞിട്ടുള്ളതായാലും എന്ത് ക്ഷീണമായാലും നമുക്ക് സാർക്കോലാക്റ്റിക് ആസിഡ് കൊടുക്കാം. വളരെ നല്ല ആക്ഷൻ ആണ്. അതിപ്പോ ഇൻഫ്ലുവൻസ കഴിഞ്ഞിട്ട് തന്നെ വരണമെന്നില്ല. ഇപ്പൊ ചില പേഷ്യൻസ് ഒക്കെ വന്ന് പറയുമ്പോൾ എഴുന്നേക്കാനേ വയ്യ, ഭയങ്കര ക്ഷീണമാണ്. ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യും, ഹീമോഗ്ലോബിനോ സോഡിയം പൊട്ടാഷ്യം അങ്ങനെ എല്ലാം നമ്മൾ നോക്കും, എല്ലാം നോർമൽ ആയിരിക്കും. പക്ഷെ പേഷ്യന്റ് എങ്ങനെ എഴുന്നേക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണം പറയുമ്പോഴും നമ്മൾ കൊടുക്കാറ് സാർക്കോലാക്റ്റിക് ആസിഡ് 30 നമ്മൾ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ബയോ കോമ്പിനേഷൻ 28 അല്ലെങ്കിൽ 12 സോൾട്സ്, ചിലപ്പോൾ സാർക്കോലാക്റ്റിക് ആസിഡ് 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 12 സോൾട്സ് ഒരു 3 ടാബ്ലറ്റും കഴിക്കാൻ വേണ്ടി പറയും.
ഒരു 3 times ഡെയിലി കഴിക്കാൻ പറയും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ കൊടുക്കുക. അല്ലെങ്കിൽ സാർക്കോലാക്ടിക് ആസിഡ് 30 കൊടുക്കും, എന്നിട്ട് ആൽഫ കൊടുക്കും. ആൽഫ ടോണിക് ആയിട്ട് തന്നെ കൊടുക്കും. ഒരു 5 ml വെച്ച് 2 times ഡെയിലി കഴിക്കാൻ പറയും. ഏർലി മോർണിംഗും ബെഡ് ടൈമും കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ എന്ത് വീക്ക്നെസ് ആയിക്കോട്ടെ, പേഷ്യന്റിന് ഭയങ്കര തളർച്ചയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സാർക്കോലാക്ടിക് ആസിഡ് 30 നല്ല ആക്ഷൻ ആണ്, അത് കൊടുക്കാം. കൂടുതലും നമ്മൾ കൊടുക്കാറും സാർക്കോലാക്ടിക് ആസിഡ് 30 ആണ് കൊടുക്കാറ്. പിന്നെ ഇൻഫ്ലുവൻസ ആൻഡ് റിസൾട്ടിങ് ഡെബിലിറ്റി, കാർബോളിക് ആസിഡ് 30 നല്ലതാണ്. പിന്നെ ഗ്രേറ്റ് വീക്ക്നെസ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ, അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്. അബ്രോട്ടാനം 30 പ്ലസ് കാലിഫോ 6x, അബ്രോട്ടാനം 30 കാലിഫോ 6x, ഗ്രേറ്റ് വീക്ക്നെസ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ. പിന്നെ അബ്നോർമൽ സ്വെറ്റ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ, ഒന്ന് ജലദോഷപ്പനിയൊക്കെ വന്നതിന് ശേഷം നല്ലോണം വേർക്കണൂന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ അമൈൽ നൈട്രോസം 30 നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് പ്രോസ്ട്രേഷൻ ആഫ്റ്റർ ഇൻഫ്ലുവൻസ, സാലിസിലിക് ആസിഡ് 30, സാർക്കോലാക്ടിക് ആസിഡ് 30 പോലെ തന്നെയാണ് സാലിസിലിക് ആസിഡ് 30ക്കും നമുക്ക് കൊടുക്കാം. പ്രോസ്ട്രേഷൻ ആഫ്റ്റർ ഇൻഫ്ലുവൻസ. നെക്സ്റ്റ് ഗുഡ് ടോണിക് ആഫ്റ്റർ ഇൻഫ്ലുവൻസ, ഫോസ്ഫറസും നല്ല മെഡിസിൻ ആണ്. ഫോസ്ഫറസ് ഗുഡ് ടോണിക് ആഫ്റ്റർ ഇൻഫ്ലുവൻസ. പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി ഫോർ പ്രോസ്ട്രേറ്റിംഗ് ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഇൻഫ്ലുവൻസ can be given to post-COVID syndrome, lassitude, drowsiness, listlessness, tremors, incipient dementia. നാട്രം സാലിസിലിക്കം 6x 6E30 എന്ത് വേണമെങ്കിൽ കൊടുക്കാം. മെയിൻ പോയിന്റ് ഇതാണ്, പ്രോസ്ട്രേറ്റിംഗ് ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ കഴിഞ്ഞിട്ട് വരുന്ന പ്രോസ്ട്രേഷൻ, നാട്രം സാലിസിലിക്കം. പിന്നെ ഫോസ്ഫറസും നല്ലതാണ്. നെക്സ്റ്റ് weariness and debility, weariness and inability to sustain any mental efforts after influenza calls for the 3 remedies. അത് മെയിൻലി ഡോക്ടർ ബോർലാൻഡ് പറഞ്ഞിട്ടുള്ളതാണ് ഈ 3 റെമഡീസ്. പിക്രിക് ആസിഡ്, ആസിഡ് ഫോസ്, കോക്കുലസ് ഇൻഡിക്കസ്. മെയിൻലി ആസിഡ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്. weariness and inability to sustain any mental efforts after influenza, പിക്രിക് ആസിഡ്, ആസിഡ് ഫോസ്, കോക്കുലസ്, ഈ 3 മെഡിസിൻസ് ആണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് അതേപോലെ വേറൊരു ഡോക്ടർ ചാൾസ് ബോറിക് പറഞ്ഞതാണ്, ഗുഡ് ടോണിക് ആഫ്റ്റർ ഇൻഫ്ലുവൻസ പറഞ്ഞിട്ട് ചൈന 3x 30, ചിന്ന മാർസ് 30, കാർബോവെച്ച് 30. ഇപ്പൊ ഇതേ തന്നെ പേഷ്യന്റ് ഒരു ജലദോഷ പനിയെ കഴിഞ്ഞ് തീരെ വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് വരുവാണെങ്കിൽ നമ്മൾ ചിന്ന മാർസ് 30 ആണ് കൂടുതൽ കൊടുക്കുക. വിശപ്പില്ല, അതിപ്പോ നോർമലി കുട്ടികൾക്ക് വിശപ്പില്ലെങ്കിൽ നമ്മൾ ചിന്ന മാർസ് ഒരുപാട് കൊടുക്കാറുണ്ട്. അതേപോലെ ഇപ്പൊ ജലദോഷ പനിയെ കഴിഞ്ഞു, പിന്നെ ഒന്നും വിശപ്പില്ല, അതിന് മുന്നേ നല്ലോണം കഴിക്കുകയായിരുന്നു, ഇത് വന്നതിന് ശേഷമാണ് വിശപ്പില്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുക ചിന്ന മാർസ് 30 ആണ് കൊടുക്കുക. ചിലപ്പോൾ ചിന്ന മാർസ് മാത്രം കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിന്ന മാർസും അതിന്റെ കൂടെ ആൽഫ ടോണിക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അതാണ് കൊടുക്കാറ് സാധാരണ. പിന്നെ കഫ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ വെൻ ബ്രയോണിയ ഫെയിൽസ്, ഗുഡ് ടോണിക് ആഫ്റ്റർ ഇൻഫ്ലുവൻസ അമോണിയം കാർബ്. അമോണിയം കാർബും നല്ല മെഡിസിൻ ആണ്. കഫ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ വെൻ ബ്രയോണിയ ഫെയിൽസ്. നെക്സ്റ്റ് ഡ്രൈ കഫ് ഫോളോയിങ് ഇൻഫ്ലുവൻസ ഹർട്ടിംഗ് ദ ലോവർ റിബ്സ് ഗ്രേറ്റ്ലി. അതായത് ജലദോഷവും പനിയൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ ചുമ തുടങ്ങി, അത് ചുമയ്ക്കുമ്പോൾ റിബ്സ് അടക്കം ഭയങ്കര പെയിൻഫുൾ ആണെങ്കിൽ പിന്നെ നമ്മൾ മെഫൈറ്റിസ് ആണ് കൊടുക്കുക. മെഫൈറ്റിസ് 6E30 അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ പാരലിറ്റിക് അഫെക്ഷൻസ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ ആൻഡ് ഡിഫ്തീരിയ, ജനറൽ ഫീലിംഗ് ഓഫ് ലാസിറ്റ്യൂഡ് ഇൻ ദ മോർണിംഗ്, എസ്പെഷ്യലി വീക്ക്നെസ് ഇൻ ദ ലെഗ്സ് വിത്ത് മസ്കുലാർ സ്റ്റിഫ്നെസ്. ബരേറ്റാമ്യൂർ 3x അല്ലെങ്കിൽ 30 കൊടുക്കാം. അതൊരു ജലദോഷ പനിയെ കഴിയുമ്പോൾ ആകെ മൊത്തം കൈയും കാലും ഒക്കെ ഭയങ്കര സ്റ്റിഫ് ആയിരിക്കുക, ഒന്നും നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ല, ഭയങ്കര ഒരു തളർച്ച, നമ്മൾ തളർന്നു പോകുന്ന പോലെ, ഒരു കൊളാപ്സ്ഡ് ആവുന്ന പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ബരേറ്റാമ്യൂർ കൊടുക്കാം നമുക്ക്. ബരേറ്റാമ്യൂറും സാർക്കോലാക്ടിക് ആസിഡ് 30 രണ്ടും കൂടെ കൊടുത്താലും തെറ്റില്ല, അങ്ങനെ കൊടുക്കാം. പിന്നെ ഗുഡ് ഫോർ കാർഡിയാക് ഇറിറ്റബിലിറ്റി ആഫ്റ്റർ ഇൻഫ്ലുവൻസ, ജലദോഷ പനി കഴിഞ്ഞിട്ട് കാർഡിയാക് ഇറിറ്റബിലിറ്റി വരികയാണെങ്കിൽ ഐബറിസ് ആണ് നല്ല മെഡിസിൻ. ഐബറിസ്, ടിഞ്ചർ 3x ഇത് രണ്ടും കൊടുക്കാം നമുക്ക്. അപ്പോ ഇന്നത്തെ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. കോൾഡ്, റൈനൈറ്റിസ്, നേസൽ ബ്ലോക്ക് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയതാണ്. അത് ഇന്നും അതിന്റെ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ക്ലാസ്. അപ്പൊ എന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി എത്തിയ എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് IFPHനോട് എന്റെ പേരിലും രാംസാറിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മാഡം ശ്രീലേഖ ഡോക്ടർ, നമുക്ക് സ്ക്രീൻ അങ്ങ് ഓഫ് ആക്കിയാലോ? ഓക്കെ.
എല്ലാ ദിവസത്തെയും പോലെ തന്നെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെയും. വളരെ താങ്ക് യു ഇൻഫർമേറ്റീവ് മാഡം. ആയിട്ടുള്ള ക്ലാസ്. ഒരു കൊറൈസ അല്ലെങ്കിൽ ഒരു കോൾഡ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മള് ഇത്രയും ഓപ്ഷൻസ്, ജലദോഷത്തിന്റെ ഓരോ പ്രത്യേകതകൾക്ക് അനുസരിച്ചും ഇത്രയും ഓപ്ഷൻസ് ഡോക്ടർ തന്നു. വളരെ സന്തോഷം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഇനി മാഡം. നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ സംശയങ്ങളോ എന്തുണ്ടെങ്കിലും ചോദിക്കാൻ ആർക്കും ചോദിക്കാം, പറയാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. നമുക്ക് ചർച്ചയ്ക്കുള്ള സമയമാണ്. ഏറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരു വൈദ്യര് ഡോക്ടർ എബ്രഹാം വൈദ്യര് ഡോക്ടറെ കാണുന്നുണ്ട്. ഡോക്ടർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ ഡോക്ടറെ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആർക്കും സംസാരിക്കാം. ആ വൈദ്യര് ഡോക്ടറെ നല്ല ക്ലാസ് ആയിരിക്കുന്നു. താങ്ക് യു സർ. കൂടുതൽ പറയാൻ പറ്റുന്നില്ല. ഓക്കെ 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 ശരി ഡോക്ടറെ. അപ്പൊ ഇനി രത്നാസുന്ദരൻ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഡോക്ടറെ. ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. ഹാൻഡ് റൈസ് ചെയ്യണേ. ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? രത്നാസുന്ദരൻ ഡോക്ടറുണ്ട്, ഭദ്രൻ ഡോക്ടറുണ്ട്, പ്രശോഭനൻ ഡോക്ടറുണ്ട്, സലീം കുമാർ ഡോക്ടറുണ്ട്. എല്ലാവർക്കും സംസാരിക്കാം. സലീം കുമാർ ഡോക്ടർ എന്ത് പറയുന്നു? ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സലീം കുമാർ ഡോക്ടർ. എല്ലാ പ്രാവശ്യവും പോലെ ശ്രീലേഖ ഗോളടിച്ചു. അതുപോലെ ശ്രീലേഖയിലൂടെ അണിയറയിൽ നിൽക്കുന്ന രാം സാറിന്റെ വിജ്ഞാനത്തിന്റെ വ്യാപ്തി നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ ഒരാളാവാൻ ഒരു ഭാഗ്യം ചെയ്ത ഒരാളും കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ റേഞ്ച് പോണത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചില മെഡിസിനൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ആക്ഷൻ അദ്ദേഹം കണ്ടെത്തും. എവിടെയെങ്കിലും ഒരു മൂലയിലൊരു വാക്ക് ഉള്ളതിന്റെ പേരിലായിരിക്കും അദ്ദേഹം അത് ഇലാബറേറ്റ് ചെയ്യണത്. അതാണ് അദ്ദേഹത്തിന്റെ അത്ഭുതം. ഇപ്പൊ സോളിഡാകോ നമ്മൾ ആരെങ്കിലും തുമ്മലിന് കൊടുക്കുക, എപ്പോഴും കൊണ്ട് കിഡ്നിയിൽ കൊണ്ട് നമ്മൾ തളച്ചിട്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെയുള്ള പലതും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം വായിച്ചൊരു വാചകത്തിൽ എവിടെയോ തടഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്നാ പിന്നെ അത് എന്തുകൊണ്ടായിക്കൂടാ. അങ്ങനെ ഇപ്പോഴും ഒരു 17കാരന്റെ ചൊറിയുറുക്കോടുകൂടി മെറ്റീരിയൽ മേടിക്കാൻ തപ്പിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. നമ്മളിന് അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ആ രാം സാറിന്റെ ആ അറിവുകൾ ശ്രീലേഖയിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ശ്രീലേഖയ്ക്ക് നന്ദി പറയുന്നു. ഇനിയും വരിക. ഓക്കെ സലീം കുമാർ ഡോക്ടറെ. അടുത്ത രത്നസുന്ദരൻ ഡോക്ടർക്ക് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല അൺമ്യൂട്ട് ആണ് ഡോക്ടർ, സംസാരിച്ചാൽ മതി. എല്ലാ രീതിയിലും നല്ല ക്ലാസ് ആയിരുന്നു ശ്രീലേഖയുടെ. എപ്പോഴത്തേലും പോലെ ഇപ്പോഴത്തേതും നല്ലതായിരുന്നു. കൂടുതലൊന്നും പറയാനില്ല, മോളെല്ലാം പറഞ്ഞു. ഇനി എന്ത് പറയാനാ, നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും വീണ്ടും വീണ്ടും വരിക. താങ്ക് യു മാഡം. താങ്ക് യു. തീർച്ചയായിട്ടും രത്നസുന്ദരൻ ഡോക്ടറെ. ശരി, ഓക്കെ. അടുത്തത് ഇനി ആരാണ് അഭിപ്രായം പറയുന്നത്? നമ്മളെ ജോളി ഡോക്ടറുണ്ട്, പ്രശോഭനൻ ഡോക്ടറുണ്ട്. കേട്ടായിരുന്നു ക്ലാസ് തുടക്കം പോലെ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അഭിപ്രായം പറയുന്നുണ്ടോ? പ്രശോഭനൻ ഡോക്ടർക്ക് സംസാരിക്കാം. പ്രശോഭനൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, സംസാരിച്ചു. പല മെഡിസിന്റെയും കൂട്ടത്തിൽ ക്യാംഫർ കൊടുക്കുന്നു എന്ന് പറയുന്നത്. ക്യാംഫർ കൂടുതൽ യൂണിവേഴ്സൽ ആന്റിഡോട്ടായിട്ട് വരുന്നതാണ്. കോൾഡിനായാലും ഏത് മെഡിസിൻ ആയാലും മിക്കവാറും മെഡിസിൻസിന്റെ ഒക്കെ കൂട്ടത്തിൽ ക്യാംഫർ ഉണ്ട്. അതിന്റെ ഒരു യുക്തി മനസ്സിലാകുന്നില്ല. ശ്രീലേഖ എന്റെ നെയ്ബറാണ്. ഞാൻ ചിറ്റൂരാണ് പ്രാക്ടീസ് ചെയ്യണത്. അറിയാം സാർ. ശരി സാർ, നമ്മൾ ക്യാൻസർ അങ്ങനെ ആന്റിഡോട്ട് ആണെന്ന് പറയുകയാണെങ്കിലും ഒരുപാട് കേസസിന് ക്യാൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് കോൾഡിനാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ക്യാൻസർ മാത്രമായിരിക്കും കൊടുക്കുക. ഇപ്പൊ കുട്ടികൾ ജലദോഷം എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ക്യാൻസർ മാത്രമായിരിക്കും കൊടുക്കുക. പക്ഷെ അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആന്റിഡോട്ട് ആയിട്ട് തോന്നിയിട്ടില്ല അതുവരെയ്ക്കും.
അതെനിക്ക് ടിഞ്ചർ ആകുമ്പോഴായിരിക്കും ആന്റിഡോട്ട്. പൊട്ടൻസി ആകുമ്പോ ചിലപ്പോ അതിന് മാറ്റം അങ്ങനെയാണോ? അങ്ങനെയില്ല. ഇപ്പൊ സാറ് പറഞ്ഞിട്ട് രാം സാറാണ് ക്യാംഫർ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ രാം സാറ് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ ഡോക്ടേഴ്സ് അങ്ങനെ ക്യാംഫർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരും നല്ല റിസൾട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ല, പൊട്ടൻസി അല്ലേ ഉപയോഗിക്കുന്നത്? 3x 30 അങ്ങനെ എന്തെങ്കിലാണ് യൂസ് ചെയ്യാം. 3x 6 30. ഞങ്ങള് ക്യാംഫറൊക്കെ ഫാർമസി പോലും വെക്കാറില്ല. ക്യാംഫർ സെപ്പറേറ്റ് ഒരു സ്ഥലത്താണ് വെക്കുന്നത്. കോമൺ മെഡിസിന്റെ കൂട്ടത്തിൽ പോലും ക്യാംഫർ വെക്കാറില്ല. അത് സാറിനോട് തന്നെ ഒരു നാട്ടുകാരല്ലേ നിങ്ങള്? പാലക്കാട്ടുകാരാണല്ലോ, ഒരാള് ചിറ്റൂര്, ഒരാള് നല്ലേപ്പള്ളി. അപ്പൊ അതിന്റെ വിശദമായ എന്താണ് അതിനകത്തുള്ള സംശയങ്ങൾ പ്രശോഭൻ ഡോക്ടർക്ക് രാം സാറിനോട് തന്നെ ചോദിക്കാം. ഓക്കെ. അപ്പോ ഇനി അടുത്തത് ജോളി ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? സംസാരിച്ചോളൂ. നമസ്കാരം ശൈലാജി ഡോക്ടറെ, ശ്രീലേഖ ഡോക്ടറെ. വളരെ ഇത്രയും മെഡിസിൻസ് ആണ് ഡോക്ടർ ഡിസ്ക്രൈബ് ചെയ്തത്. ഇനി വായിച്ച് പഠിക്കണം. വളരെ വളരെ നല്ല ക്ലാസ്സും ഡോക്ടറെ പരിചയത്തിൽ ചെയ്ത എല്ലാ മെഡിസിൻസും ആണ് ഡോക്ടർ പറഞ്ഞത്. വളരെ വളരെ സന്തോഷം. പിന്നെ സൊളാനം ലൈക്കോപേഴ്സിക്കം ഡോക്ടർ പറഞ്ഞിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതില് ഈ മെഡിസിൻസിന്റെ വണ്ടേഴ്സ് നമ്മൾ തന്നെ അനുഭവിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് കടുത്ത ആസ്മറ്റിക് പേഷ്യന്റ് ആണ് ഞാൻ. അപ്പോ സാധാരണ എപ്പോഴും ഇൻഫെക്ഷനാണ്. മിക്കവാറും ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ട് കാഷ്വാലിറ്റിയിൽ ഒരു ദിവസം കിടക്കും. പക്ഷേ ഇപ്പൊ ഡോക്ടറിന്റെ ഇങ്ങനെ കുറെയൊക്കെ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോഴേ ഞാൻ ഏത് മെഡിസിൻ കഴിച്ചാലും എനിക്ക് അഗ്രവേഷണമാണ്. ഹോമിയോ മെഡിസിൻസ് ഒന്നും എനിക്ക് പറ്റൂല. പക്ഷെ ഞാൻ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയും, ഞാൻ 2-3 ക്ലാസ് കേട്ടല്ലോ. ഞാൻ ഇങ്ങനെ സോളാനം ലൈക്കോപേഴ്സിക്കം വായിച്ചു. ഈ ആഴ്ച എനിക്ക് കടുത്ത ബ്രോങ്കൈറ്റിസ് ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഇന്ന് ഫുള്ള് പേഷ്യൻസിനെ നോക്കാണ്ട് കിടക്കുന്നു. പക്ഷെ 2-3 ഡോസ് സോളാനം ലൈക്കോപേഴ്സിക്കം കഴിച്ചു വൈകുന്നേരം ആയപ്പോഴേ ഇത്രയും ബെറ്റർ. എന്നെ ധനേഷ് ഡോക്ടർ വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റൂലായിരുന്നു. അതാണ് മെഡിസിന്റെ ആക്ഷൻസ്. ഇത്ര റെസ്പിറേറ്ററിയിൽ മാത്രമല്ലല്ലോ. പക്ഷെ ഡോക്ടറെ, അതാണ് ഇത്രയും വൈഡ് റേഞ്ച് മെഡിസിൻ നമ്മൾ ഉപയോഗിക്കണം. അത് വളരെ വളരെ നല്ലത്. ഓരോന്നിനും ഓരോ തരത്തിൽ. പക്ഷെ ഈ സോളാനം ലൈക്കോപേഴ്സിക്കത്തിന്റെ ഇത്രയും വണ്ടർ എഫക്റ്റ് അല്ലേ ഞാൻ ഇന്ന് സംസാരിക്കൂല. ഞാൻ ധനേഷ് ഡോക്ടറോട് പറഞ്ഞു, ഞാൻ കിടപ്പായി പോയതാണ്. പക്ഷെ ഇന്ന് വൈകുന്നേരം എപ്പോ എഴുന്നേറ്റു. അതിൽ എന്താണ് അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യന്റ് കൂടിയാണ്. അപ്പോഴാണ് റുമാറ്റിസം വിത്ത് ഇൻഫ്ലുവൻസ് ആണ് ഈ സോളാനം ലൈക്കോപേഴ്സിക്കം. അതാണ് അതിന്റെ കൂടെ അതാണ് ഞാൻ റിസർച്ച് ചെയ്യണത്. ഏത് പ്രശ്നവും ആ രോഗിയിൽ ബാക്കിയുള്ള പ്രശ്നത്തിന്റെ കൂടെ ആദ്യത്തെ വാക്കാണ് മാർക്കഡ് സിംറ്റം ഓഫ് റുമാറ്റിസം ആൻഡ് ഇൻഫ്ലുവൻസ. ഞാൻ തന്നെ ഇപ്പൊ അത് കണ്ടുപിടിച്ച് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കാഷ്വാലിറ്റി ഒരു മൂലക്ക് കിടപ്പുണ്ടാവും. ഇഞ്ചക്ഷൻ മുഴുവൻ എടുത്ത്. എത്ര വണ്ടറാണ് ഡോക്ടർ. എല്ലാം ഇങ്ങനെ പറഞ്ഞു. ക്യാൻസറിന്റെ കാര്യമൊക്കെ ഞാൻ അതിൽ ഇടപെടണില്ല. ശരിക്കും ക്യാൻസർ ആന്റിഡോട്ട് ആണ് കേട്ടോ. അപ്പൊ താങ്ക്സ് കേട്ടാ ശൈലാജി മാഡം. താങ്ക്സ് മാഡം. താങ്ക്സ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഈ ക്യാൻസറിന്റെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പോയിന്റും കൂടെ പറയാം. ഇപ്പൊ നമ്മളിങ്ങനെ IFPHൽ ഒരുപാട് ക്ലാസ്സസ് കേൾക്കുമ്പോൾ കുറെ ഡോക്ടേഴ്സ് വിളിക്കാറും സംസാരിക്കാറും ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട് ഒരുപാട് പേര്. അപ്പൊ അങ്ങനെ ഒരുപാട് സീനിയർ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻസർ അവർ യൂസ് ചെയ്യും. അപ്പൊ അവര് ഹൈ ഫീവർ വരുമ്പോഴോ വോമിറ്റിംഗ് വരുമ്പോഴൊക്കെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് പോലും വയനാട്ടിൽ നിന്ന് ട്രേസിയ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, ട്രേസിയ അമ്മ ഒരു ഡോക്ടർ വിളിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോ നമ്മളത് ക്ലിനിക്കിൽ കൊടുത്തു തുടങ്ങി. ഇപ്പൊ വോമിറ്റിംഗ് ഒക്കെ വരുമ്പോ അത് കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ക്യാംഫർ ടിഞ്ചർ ആണ് യൂസ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ വോമിറ്റിംഗ് കേസസ് ഒക്കെ വരുമ്പോ കുറച്ച് പിൽസ് എടുത്തിട്ട് അതിൽ ക്യാംഫർ 3x ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പൊ ക്യാംഫർ 3x അതിൽ മെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു ഡോസ് ക്ലിനിക്കിൽ നിന്ന് തന്നെ കൊടുക്കും. ഇങ്ങനെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 തവണയൊക്കെ വൊമിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്
അല്ലെങ്കിൽ ഒരു 6 തവണയൊക്കെ വൊമിറ്റ് ചെയ്തു, ഭയങ്കര ക്ഷീണിച്ചു വരികയാണെങ്കിൽ പെട്ടെന്ന് നിർത്താന്നാണ് പറഞ്ഞത്. അപ്പൊ തന്നെ ക്ലിനിക്കിൽ തന്നെ ഒരു ഡോസ് ക്യാംഫർ കൊടുത്തിട്ടാണ് പിന്നെ വേറെ മെഡിസിൻസ് അവർക്ക് കൊടുത്തയക്കാം. പക്ഷെ അതിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ 1-2 കേസ് വന്നപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെ ക്യാംഫർ 3x കൊടുക്കുന്നുണ്ടപ്പോൾ രാംസാറും ക്യാംഫർ ചില കേസിന് സാറ് കൊടുക്കുമ്പോൾ ക്യാംഫർ മാത്രം വൊമിറ്റിംഗ് കേസസിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ക്യാംഫറുടെ. നമ്മൾ സാധാരണ കോൾഡ്, റെസ്പിറേറ്ററി കംപ്ലൈൻസിനാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ അടുത്ത് കൊടുത്തിട്ട് വൊമിറ്റിങ്ങിനും കൂടെ കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ചോദിക്കാം. ഡോക്ടറെ കുറച്ച് നേരം കൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഏതായിരുന്നാലും നല്ല ഡോക്ടർ എപ്പോഴും എക്സ്പീരിയൻസ് ഡോക്ടർ പറയാറുണ്ട്. അത് ഏതായിരുന്നാലും എല്ലാവർക്കും ഗുണകരമാണ്. കാരണം ഇതുപോലെയുള്ള ടിപ്പുകൾ പലപ്പോഴും ഹെൽപ്ഫുൾ ആണ്, വളരെയേറെ ഹെൽപ്ഫുൾ ആണ്. ഡോക്ടർ ഇപ്പൊ എത്ര വർഷമായി ഡോക്ടറായിട്ട്? ഇപ്പൊ ഒരു 4 years, 4 എത്ര വർഷം. നാളായി? 4 വർഷം. 4 വർഷം. ഏതായിരുന്നാലും നല്ല എക്സ്പീരിയൻസുകളാണ്. ഏതായിരുന്നാലും ഓരോ എക്സ്പീരിയൻസിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ പലപ്പോഴും നമ്മൾ റിസൾട്ട് കിട്ടുമ്പോൾ അതിൽ നമ്മളങ്ങ് മതിമറന്ന് അങ്ങ് സന്തോഷിച്ചു പോകും. അത് എന്തുകൊണ്ട് കിട്ടി എന്നുള്ളത് നമ്മൾ നോക്കണം. നല്ല റിസൾട്ട് കിട്ടി തീർന്നാൽ എന്തുകൊണ്ട് കിട്ടി, നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡീസാണ് നമുക്ക് എപ്പോഴും ബാക്കിയുള്ളവർക്ക് വളരെയേറെ ഹെൽപ്ഫുൾ ആയിരിക്കും ഷെയർ ചെയ്യുന്ന സമയത്ത്. ഏതായിരുന്നാലും നല്ല ക്ലാസ് ആയിരുന്നു. ഡോക്ടർ എക്സ്പീരിയൻസ് 4 വർഷം എന്ന് പറയുന്നത് അത് അത്ര വലിയ എക്സ്പീരിയൻസ് അല്ല. എന്നിരുന്നാലും ഡോക്ടർ അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷന്, എല്ലാവരും മനസ്സിൽ നിൽക്കുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷനാണ്. ഇതുപോലെയുള്ള ടിപ്പുകളുമായിട്ട് ഇനിയും വരണമെന്ന് എല്ലായ്പ്പോഴും നമ്മുടെ ഈ വേദി ശരിക്കും യൂട്ടിലൈസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞു. ഏതായിരുന്നാലും നമുക്ക് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു, നല്ലൊരു ദിവസം നേരുന്നു. ഡോക്ടറെ എന്നേക്ക് എപ്പോഴും ഇനിയും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് ക്ലോസ് ചെയ്യാൻ സമയമായി.